Hi 10th. So shall we start? So welcome back to my channel. And last class we were discussing about exercise 6.2, and today we are going to start the next session because 6.2 completed, no? So we are going to start the new session. That means criteria for similarity of triangles. So before that, let me discuss few things, or I'm going to give some answer for some questions. ഓക്കെ, അതായത് കുറച്ച് പാരൻസിനെങ്കിലും കുറച്ച് സംശയമുണ്ട്, സാർ നമുക്ക് തീരുമോ, എപ്പോഴാണ് ക്യാമ്പ് തുടങ്ങുന്നത് മാത്സിൻ്റെ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിക്കണ്ടായി. അപ്പം കാരണം പാരൻസിനെ സംബന്ധിച്ചൊരു ടെൻഷനാണ് നമ്മൾ എപ്പോഴാണ് ക്യാമ്പ് തുടങ്ങുന്നത്. കാരണം അവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് അത്ര സീരിയസ്നെസ് ഇല്ലെങ്കിലും 10th അവരെ സംബന്ധിച്ച് നിങ്ങളുടെ കാര്യം വളരെ അലേർട്ടാണല്ലോ. അപ്പം എനിക്ക് അവരോടും നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നമ്മൾ സ്ലോയിലാണ് പോകുന്നത്, വളരെ സ്ലോയിലാണ് പോകുന്നത്. കാരണം ഞാൻ വിശ്വസിക്കുന്നത് വളരെ പതുക്കെ പോയി കാര്യങ്ങൾ മൊത്തം ഗ്രാസ്പ് ചെയ്യുക, ആ ഒരു രീതിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ പഠിച്ച് തീരുമ്പം എൻ്റെ കൂടെ വന്നിട്ടുള്ള കുട്ടികളൊക്കെ എന്താ പറയുക, ഈ കോൺസെപ്റ്റിൽ നല്ല സ്ട്രോങ് ആകും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. എനിക്കറിയത്തില്ല, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, അങ്ങനെ സ്ട്രോങ് ആകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ എൻ്റെ കൂടെ വന്നവരൊക്കെ കോൺസെപ്റ്റിൽ നല്ലപോലെ സ്ട്രോങ് ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം പറയാനുള്ളത്, നമ്മൾ സ്ലോയിലാണ് പോയെങ്കിലും നമ്മൾ തീരുമ്പം നമ്മൾ സ്ട്രോങ് ആയിരിക്കും കോൺസെപ്റ്റിൽ. അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം. അപ്പം പിന്നെ എനിക്ക് തോന്നുന്നു ഒരു ഡിസംബർ ഫസ്റ്റ് വീക്കോടുകൂടി തീർക്കണം ഉള്ള എല്ലാ സംഭവവും ഞാൻ നടത്തും ഈ ചാപ്റ്റർ. അതോടെ നമ്മൾ കംപ്ലീറ്റ് ആയി. ഈ ചാപ്റ്ററോട് തീരുന്നതോടെ മാത്സ് മൊത്തം തീർന്നു. ഷിബാമിസിൻ്റെ ഇപ്പോൾ തീരും. എൻ്റെ ലാസ്റ്റ് ചാപ്റ്ററാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം കാൽഭാഗമായി, മുക്കാഭാഗമുണ്ട്, നമുക്ക് തീർക്കാം. തീർക്കാമെന്ന് വിശ്വസിക്കുന്നു, ശുഭാപ്തി വിശ്വാസം. ഇനി രണ്ടാമത്തത്, ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ അടുത്തേക്ക് വന്ന കുറച്ച് കുട്ടികൾ വന്ന സമയത്ത് നമുക്കൊരു ടൈം ടേബിൾ കിട്ടുകയുണ്ടായി. അപ്പോൾ അതിൽ മോഡൽ എക്സാം, ഫസ്റ്റ് മോഡൽ എക്സാം എന്ന് പറഞ്ഞിട്ടാണ് ടൈം ടേബിൾ വന്നത്. അപ്പം അതിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. അതിൽ മോഡൽ എക്സാം കുറച്ചും കൂടെ വൈകും എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ പുതിയ ഇൻഫർമേഷൻ കിട്ടി. നമ്മുടെ മോഡൽ എക്സാം ഡിസംബർ 2nd വീക്ക്, എനിക്കൊന്ന് ബൈ ദ എൻഡ് ഓഫ് ഡിസംബർ ഫസ്റ്റ് വീക്ക്. ഡിസംബർ, ഇത് നവംബറാണ്, ഡിസംബർ നെക്സ്റ്റ് മന്ത് 2nd വീക്ക്, അതായത് വെക്കേഷൻ തുടങ്ങുന്നതിന് മുമ്പ് എക്സാം തീരും, ഫസ്റ്റ് മോഡൽ എക്സാം. ഐ റിപ്പീറ്റ്, ഡിസംബർ 2nd വീക്കിലായിരിക്കും നമ്മുടെ ഫസ്റ്റ് മോഡൽ എക്സാം. അതായത് ക്രിസ്മസ് വെക്കേഷൻ തുടങ്ങുന്നതിന് മുമ്പ് എക്സാം തീരുന്ന രീതിയിലാണ് ക്രമീകരിക്കുന്നത്. ഫസ്റ്റ് മോഡൽ എക്സാം എന്ന് പറയുന്നാൽ CBSE ആനുവൽ എക്സാം, CBSE ബോർഡ് എക്സാമിന് മുമ്പേ ഉള്ള 3 മോഡൽ എക്സാമിൽ ആദ്യത്തേത്. അപ്പം ഓഫ് കോഴ്സ് മൊത്തം ചാപ്റ്റർ, ഓൾ 15 ചാപ്റ്റർ യു ഹാവ് ടു ലേൺ ഫോർ ദാറ്റ്. കാരണം എന്താ, ബോർഡ് എക്സാമിന് നിങ്ങൾക്ക് ഇന്ന ചാപ്റ്റർ ആണോ തരിക? അല്ല, മൊത്തം 15 ചാപ്റ്റർ. സോ 1 to 15 യു മസ്റ്റ് ലേൺ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇപ്പം കിട്ടിയിരിക്കുന്ന മോഡേൺ സിലബസ്, റിവൈസ്ഡ് സിലബസ് നിങ്ങൾക്കറിയാം. ഒരു ചെറിയതായിട്ടുള്ള ഡിലീഷൻ പോർഷൻ കഴിഞ്ഞിട്ട് റിവൈസ്ഡ് സിലബസ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്. അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അപ്പം നിങ്ങൾ ടോപ്പിക്സ് ഒഴിവാക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഒഴിവാക്കുക. ഫസ്റ്റ് ചാപ്റ്ററിൽ എനിക്ക് തോന്നുന്നു യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മയാണ് ഒഴിവാക്കുന്നത്. അപ്പോൾ ലെമ്മ മാത്രം ഒഴിവാക്കുക. ആൽഗരിതം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഞാൻ പറയുന്നു. ഡിവിഷൻ ആൽഗരിതം ഉണ്ട്, ലെമ്മയാണ് ഒഴിവാക്കിയത്. അപ്പോൾ അങ്ങനെ നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് റിമൂവ് ചെയ്യുക. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ കാര്യമായിട്ടൊന്നും നമുക്ക് റിമൂവ് ചെയ്യാനില്ല. പിന്നെ ആപ്ലിക്കേഷനോ ട്രിഗ്നോമെട്രിയിലോ ഒന്നുമില്ല. സർക്കിൾസിലും എനിക്ക് തോന്നുന്നു ഒന്നുമില്ല. ഇപ്പം സർഫസ് ആൻഡ് വോളിയംസിൽ ഫ്രസ്റ്റം ആ പോർഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ച് റിമൂവ് ചെയ്യുക. വളരെ കുറച്ച് മാത്രം റിമൂവ് ചെയ്യുക, കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക. കാരണം നമ്മളെല്ലാം പഠിച്ചല്ലോ. അപ്പം ഇതെങ്ങനെയാണ് പഠിക്കേണ്ടത്? അപ്പം ഫസ്റ്റ് മോഡൽ എക്സാമിന് ഞാൻ പറഞ്ഞു എല്ലാ 15 ചാപ്റ്റേഴ്സും ഉണ്ട്. അപ്പോൾ ആ 15 ചാപ്റ്ററും പഠിച്ചിരിക്കണം. ഓക്കെ, ഇതിനിപ്പം ഒരു ഔദ്യോഗികമായിട്ട് വാട്സാപ്പിലൊരു മെസ്സേജ് തരണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ വീഡിയോ എല്ലാവരും കാണുമെന്നറിയാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും അതിനെപ്പറ്റി, അല്ലെങ്കിൽ മാത്സ് ആയിരിക്കും അതിനെപ്പറ്റി ഏറ്റവും ആദ്യം ഇൻഫർമേഷൻ നിങ്ങൾക്ക് തന്നത്. അപ്പം ഫസ്റ്റ് മോഡൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തോളാം. എല്ലാ ചാപ്റ്ററും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞതനുസരിച്ച് പഠിച്ച കുട്ടികൾ നവംബർ ലാസ്റ്റോടുകൂടി ടെക്സ്റ്റ് ബുക്ക് റിവിഷൻ തീരും. അപ്പോൾ അവരെ സംബന്ധിച്ച് വലിയ പ്രശ്നമൊന്നുമല്ല. ബാക്കിയുള്ളവർ നന്നായി പ്രിപ്പയർ ചെയ്തോളാം. ഓക്കെ, കാരണം ഫസ്റ്റ് മോഡൽ എക്സാം നല്ല മാർക്ക് മേടിച്ചാൽ ആ കോൺഫിഡൻസോട് കൂടി നിങ്ങൾക്ക് അടുത്ത മോഡൽ എക്സാമിന് പോകാം. ആ കോൺഫിഡൻസ് നിങ്ങൾ പഠിക്കുന്ന ഫസ്റ്റ് മോഡൽ എക്സാമിൻ്റെ റിഫ്ലക്ഷൻ തന്നെയായിരിക്കും ഏറെക്കുറെ ബോർഡ് എക്സാമിലുണ്ടാവും. അപ്പോൾ അത് നല്ല കോൺഫിഡൻറ്റോട് കൂടി അതിൽ നിങ്ങൾ 90% എബോ സ്കോർ ചെയ്ത് ഭയങ്കര കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്തു നമ്മൾ അതുപോലെ ആവാൻ ശ്രദ്ധിക്കും. ഓക്കെ, സോ അതും കഴിഞ്ഞു. ഈ 2 കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് വീഡിയോയ്ക്ക് മുമ്പ് പറയാനുള്ളത്. സോ ഷാൽ വി സ്റ്റാർട്ട് ദ നെക്സ്റ്റ് സെഷൻ? ഓക്കെ, നെക്സ്റ്റ് സെഷൻ ഈസ് ക്രൈറ്റീരിയ ഓഫ് സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾ. മീൻസ് നമ്മളറിയാം
നമ്മൾ എന്തായിരുന്നു സിമിലാരിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് പഠിച്ചു, പിന്നെ അത് കഴിഞ്ഞിട്ട് അത് വിട്ടിട്ട് തേൽസ് തിയറവും കോൺവേഴ്സും പിന്നെ കുറേ പ്രോബ്ലമൊക്കെ ചെയ്തപ്പോൾ എനിക്ക് സിമിലാരിറ്റിയിൽ നിന്ന് അങ്ങ് പോയി. ഞാൻ അന്ന് ഗ്ലാസും പാത്രമൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് സിമിലാരിറ്റി പറഞ്ഞു തന്നതാണ്. എന്തായിരുന്നു സിമിലാരിറ്റിയും കോൺഗ്രുവൻസിയും തമ്മിലുള്ള ഡിഫറൻസ്? കോൺഗ്രുവൻസി എന്ന് പറഞ്ഞാൽ ഒരു ഫിഗർ വേറൊരു ഫിഗറിൻ്റെ മുകളിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ചേർന്നിരിക്കണം. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൺഗ്രുവൻസി, സിമ്പിൾ ഡെഫിനേഷൻ. ദെൻ വാട്ട് ഈസ് സിമിലാരിറ്റി? ഫിഗർ തമ്മിൽ ചേർന്നിരിക്കണമെന്നൊന്നുമില്ല. എന്തായിരിക്കണം സിമിലാരിറ്റീൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ? ആംഗിൾസ് ഷുഡ് ബി ഈക്വൽ. ഐ എം റിപ്പീറ്റിംഗ്, the corresponding angles should be equal to each other. First condition. What was the second condition? സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആയിരിക്കണം. സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് പേജ് മറിക്കൂ, നോട്ട്ബുക്കിൻ്റെ പേജ് മറിക്കേ. ഫസ്റ്റ് പേജസിലോട്ട് പോയാൽ ട്രയാങ്കിൾ എന്നുള്ള ചാപ്റ്ററിൽ നമ്മളവിടെ എഴുതിയിട്ടുണ്ട്. സോ 2 triangles are said to be similar. 2 conditions must satisfy. First condition, the corresponding angles should be equal and the corresponding sides should be in equal ratio. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു, ഇനി ഞാൻ പറയുന്നില്ല. നിങ്ങളതൊന്ന് നോക്കൊന്ന് റിവൈസ് ചെയ്യും. ഇപ്പോൾ തന്നെ ഒന്ന് ജസ്റ്റ് പേജ് മറിച്ചൊന്ന് ഓർത്ത് വെക്കാം, കാരണം അതൊക്കെ നമുക്ക് ആവശ്യമാണ്. ഇനി നമ്മൾ കോൺഗ്രുവൻസി 9th പഠിച്ചുകൊണ്ടിരുന്നപ്പം നമ്മൾ പറഞ്ഞിരുന്നു കുറച്ച് റൂൾ പഠിച്ചു, SAS SSS എന്നൊക്കെ പറഞ്ഞു. അതുപോലെ സിമിലാരിറ്റിയിലും കുറച്ച് റൂളുകൾ നമ്മൾ പഠിക്കാൻ പോകുകയാണ്. ആ റൂളിൻ്റെ പ്രൂഫൊന്നും നമുക്ക് വേണ്ട. അത് മോട്ടിവേറ്റ് ചെയ്യാനാണ് സിലബസ് ടീച്ചേഴ്സിനോട് ആവശ്യപ്പെടുന്നത്. അതായത് നിങ്ങൾ അതൊന്ന് ഉൾക്കൊള്ളിക്കുക, അത്ര മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. പ്രൂഫ് നമുക്ക് ആവശ്യമില്ല. അത് തന്നെ വലിയൊരു ഭാഗ്യമാണ് നിങ്ങളെ സംബന്ധിച്ച്. കഴിഞ്ഞ വർഷം ഇതിൻ്റെ കുട്ടികൾ ഇതിൻ്റെ പ്രൂഫൊക്കെ പഠിക്കേണ്ടി വന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പ്രൂഫൊന്നും വേണ്ട, ജസ്റ്റ് റൂള് പഠിക്കുക. ഷാൽ വി കം വിത്ത് മീ? 3 റൂളുണ്ട്. 3 റൂൾ നമ്മൾ പഠിക്കുന്നു. പിന്നെ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് സോൾവിങ് ക്വസ്റ്റ്യൻസ്. Okay, shall we? Come with me. So you can right side heading criteria for similarity of triangles. അപ്പോൾ 2 ട്രയാങ്കിൾ സിമിലർ ആണോ എന്ന് നോക്കാനുള്ള ക്രൈറ്റീരിയയെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ കുറച്ച് റൂൾസ്, 2 ട്രയാങ്കിൾ സിമിലർ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റൂൾസ് പഠിക്കും. ഓക്കെ, ആ റൂൾസ് അപ്ലൈ ചെയ്തിട്ടായിരിക്കും ഇനി മുതൽ നമ്മൾ ട്രയാങ്കിൾസിൻ്റെ സിമിലാരിറ്റി ഒക്കെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. So you can right side heading criteria of similarity of triangles. Okay, underline that. And അതിൻ്റെ തൊട്ട് താഴെ എന്താണ് സിമിലാരിറ്റി എന്നൊന്നും ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഓർത്തെടുക്കാം, കാരണം അത് ആവശ്യമാണ്. അതുകൊണ്ടാണ് let it be 2 triangle ABC and DF. ഞാൻ പറയുന്നു, വീണ്ടും പറയുന്നു, ചാപ്റ്ററിന് തുടക്കത്തിലൊന്ന് മറച്ച് നോക്കുക. ഈ ക്രൈറ്റീരിയ ഒക്കെ എഴുതിയത് 2 കണ്ടീഷൻ ഉണ്ട്, അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക. പിന്നെ നെയിമിങ് എഴുതുമ്പോൾ ഫസ്റ്റ് ട്രയാങ്കിൾ സിമിലർ ടു സെക്കൻഡ് ട്രയാങ്കിൾ, ആ നെയിമിങ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ തന്നെ പോസ് അടിച്ച് പേജ് മറിച്ച് നോക്കുക. ഓക്കെ, ഇനി ഈ 2 ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ ദാറ്റ് മീൻസ് വാട്ട് വി ക്യാൻ റൈറ്റ്? ഇഫ് ട്രയാങ്കിൾ ABC സിമിലർ ടു ട്രയാങ്കിൾ EDF, ട്രയാങ്കിൾ ABC സിമിലർ ടു ട്രയാങ്കിൾ EDF, ഫസ്റ്റ് കണ്ടീഷൻ എന്താ പറയുന്നത്? corresponding angle should be equal. That means angle A should be equal to angle E, then angle B should be equal to angle D, and angle C should be equal to angle F. See, angle A should be equal to angle E, angle B should be equal to angle D, angle C should be equal to angle F. And the second condition must satisfy is what? The ratio of the corresponding side should be equal. That means AB by ED and AC by EF and BC by DF. These are the ratio of the sides, no? See, AB by ED. ഇതാണ് ഫസ്റ്റ് പെയറിൻ്റെ റേഷ്യോ ഓഫ് സൈഡ്സ്. രണ്ടാമത്തെ പേരിൻ്റെ AC by EF. പിന്നെ മൂന്നാമത്തെ പേരിൻ്റെ BC by DF. ആ 3 റേഷ്യോ എന്തായിരിക്കണം? ദാറ്റ് ഷുഡ് ബി ഈക്വൽ. ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ we can call 2 triangles as similar triangles. Okay. And shall we go to the first rule, first criteria? Yes. So we are going to learn the first criteria. Okay. So you can write side heading first criteria A criteria. So what it can be? Angle criteria. എന്തായിരിക്കും ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമ്മൾ പഠിക്കുന്നത് കോൺഗ്രുവൻസി അല്ല, സിമിലാരിറ്റിയാണ്. സിമിലാരിറ്റിയിലെ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എ ക്രൈറ്റീരിയ. എന്തായിരിക്കും അത് പറയുന്നത്? നമുക്കൊന്ന് വായിച്ചു നോക്കാം. സി തിയറം 6.3. സോ എ ക്രൈറ്റീരിയ, യു ജസ്റ്റ് റൈറ്റ് എ ക്രൈറ്റീരിയ and a criteria and underline that, and just below that you can write this theorem. This is what is a criteria. If in 2 triangles, I repeat, നമ്മൾ ഓരോ സെൻറ്റൻസും വായിക്കുമ്പോൾ ഡെപ്തിൽ മനസ്സിലാക്കുക. ഇഫ് ഇൻ 2 triangles, കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ എന്ന് വെച്ചാൽ എന്താ? 2 ട്രയാങ്കിളിലെ കറസ്പോണ്ടിങ് ആംഗിൾസ് എല്ലാം ഈക്വൽ ആയി കഴിഞ്ഞാൽ then their corresponding sides are in the same ratio and hence the
two triangles are similar. I repeat, if in two triangles corresponding angles are equal, then their corresponding sides are in the same ratio and hence the two triangles are similar. ഇതിനെയാണ് this criterion is referred to as AAA, angle criterion of similarity of two triangles. Okay, so this is what is AA criterion. അപ്പം ഈ ക്രൈറ്റീരിയൻ്റെ നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തൊട്ട് താഴെ എഴുതുക. അത് ബൈ ഹാർട്ട് പഠിക്കേണ്ട കാര്യമല്ല, മനസ്സിലാക്കുക. എന്താണ് ആ ക്രൈറ്റീരിയൻ പറയുന്നത്? സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയെന്ന് വിചാരിക്കുന്നു. ഇവിടെ നിങ്ങൾ ആ സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ എഴുതുക. ഓക്കെ, എന്താണ് ആ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി. ഇനി ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്താ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതെന്ന് വെച്ചാൽ, രണ്ട് ട്രയാങ്കിൾ, ഈ ഫിഗറൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ വരയ്ക്കാം കേട്ടോ. രണ്ട് ട്രയാങ്കിൾ ABC-യും പിന്നെതാ BIS-ഉം രണ്ട് ട്രയാങ്കിൾ. ഓക്കെ, ABC-യും BIS-ഉം ആണെന്ന് വിചാരിക്കാം. BIS അല്ലേ, ഇവിടെ B ഉണ്ടല്ലോ അല്ലേ. സോ PIS, ഇങ്ങനെ രണ്ട് ട്രയാങ്കിളാണെന്ന് വിചാരിക്കാം. ഈ ട്രയാങ്കിൾ AAA ക്രൈറ്റീരിയൻ അനുസരിച്ച് സിമിലാരിറ്റി ആണോ, അല്ലെങ്കിൽ AAA ക്രൈറ്റീരിയ എന്നാൽ എന്താണെന്നുള്ളത് ഈ രണ്ട് ട്രയാങ്കിളിൽ ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ഈ ആംഗിൾ എയും ആംഗിൾ പിയും ഈക്വലാണെന്ന് ഉണ്ടെന്ന് വിചാരിക്കുക. ആംഗിൾ ബിയും ആംഗിൾ ഐയും ഈക്വലാണെന്നുണ്ടെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ആംഗിൾ സിയും ആംഗിൾ എസും ഈക്വലാണെന്നുണ്ടെന്ന് വിചാരിക്കുക. അതായത് ഇഫ് ഇറ്റ് ഇസ് 30 ഡിഗ്രി, ഇതും 30 ഡിഗ്രി ആണെന്ന് ഗിവണാണെന്ന് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതൊരു 70 ഡിഗ്രി ആണ്, ഇതും 70 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. ഇനി ഇതൊരു 80 ഡിഗ്രി ആണ്, ഇതൊരു 80 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ആംഗിൾസും പ്രോപ്പർട്ടി വെച്ച് ശരിയാണ്. സം ഓഫ് 3 ആംഗിൾസ് 180 ആണ്. അപ്പം കറക്റ്റ്. ഇത് 30, ഇത് 30. അപ്പോൾ ഒരു പെയർ ഓഫ് ആംഗിൾസ് പരസ്പരം ഈക്വൽ ആയില്ലേ. ഓക്കെ, ദാറ്റ് സ്റ്റാൻഡ്സ് ഫോർ എ. ഒരു പെയർ ഓഫ് ആംഗിൾസ് പരസ്പരം ഈക്വൽ ആയാൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്തതാണ് നമ്മൾ AAA ക്രൈറ്റീരിയയിൽ ആദ്യത്തെ എ. ഇനി രണ്ടാമത്തെ, ഇതും ഈ ആംഗിളും ഈക്വൽ അല്ലേ, അതാണ് അടുത്ത എ. പിന്നെ ഈ ആംഗിളും ഈക്വൽ അല്ലേ, അതാണ് അടുത്ത എ. അങ്ങനെ 3 പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസും പരസ്പരം ഈക്വലായി കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത ലൈൻ എന്താണ്? അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്താണെന്ന് അവർ പറയുന്നത്, then their corresponding sides are in the same ratio. അങ്ങനെ 3 ആംഗിൾ പരസ്പരം ഈക്വൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ ഓട്ടോമാറ്റിക്കലായി ശരിയാവും. എന്ന് വെച്ചാൽ എന്താണ്? ഈക്വൽ ആവും. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ ശ്രദ്ധിച്ച് പറയുന്നത് നല്ല മനസ്സിരുത്തി കേൾക്കുക. ഇങ്ങനെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയുന്നത് കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വലായി വരും. അപ്പോൾ എന്താവും? ആ രണ്ട് ട്രയാങ്കിളും സിമിലർ ആവും. കാരണം എന്താ? ഒരു രണ്ട് ട്രയാങ്കിൾ സിമിലർ ആവാനുള്ള രണ്ട് കണ്ടീഷനാണ് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആകണം. ഇവിടെ അത് ഓൾറെഡി ഗിവൺ ആണ്, കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വലായി. പിന്നെ നമ്മൾക്ക് ചെക്ക് ചെയ്യേണ്ടത് കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആണെന്നാണ്. അപ്പോൾ അതാണ് ഈ തിയറത്തിൽ പറയുന്നത്. കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന തിയറ അനുസരിച്ച് കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ ഓട്ടോമാറ്റിക്കലി ഈക്വലായി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യൂലേ. അപ്പോൾ ആ രണ്ട് ട്രയാങ്കിൾ എന്തായിരിക്കും? സിമിലർ ആയിരിക്കും. ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് AAA ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. രണ്ട് ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ആംഗിൾസ് പരസ്പരം ഇങ്ങനെ ഈക്വലായി വന്നു കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ എ ഇങ്ങനെ ഈക്വലായി വന്നു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്? ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആയിരിക്കും. കാരണം എന്താണ്? ഈ രണ്ട് ട്രയാങ്കിളിലെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വലായി വന്നു കഴിഞ്ഞാൽ ആ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് പറയാനുള്ള കാരണം എന്താണ്? രണ്ട് ട്രയാങ്കിൾസിനെയും ആ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയാൽ ഓട്ടോമാറ്റിക്കായിട്ട് സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വലായി വരും. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും ഇത് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഈ തിയറം പറയുന്നത്. അപ്പോൾ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ എന്തായി? ട്രയാങ്കിൾ സിമിലറായി. അപ്പോൾ ഇതാണ് AA ക്രൈറ്റീരിയ. അപ്പം ഇനി മുതൽ AA ക്രൈറ്റീരിയ ചെക്ക് ചെയ്യുന്ന അവസരത്തിൽ നിങ്ങൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് മാത്രം നോക്കിയാൽ മതി. കാരണം സൈഡ്സ് ഓട്ടോമാറ്റിക്കലി അപ്പോൾ റേഷ്യോ ഈക്വൽ ആവും. അത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയി കഴിഞ്ഞാൽ രണ്ട് ട്രയാങ്കിൾസ് എന്താണ്? രണ്ട് ട്രയാങ്കിൾസിൻ്റെ സിമിലർ ആവും. ഓക്കെ, ട്രയാങ്കിൾ ABCയും ട്രയാങ്കിൾ PISഉം AA ക്രൈറ്റീരിയനെ വെച്ച് സിമിലർ ആണെന്ന് പറയണമെങ്കിൽ എന്തുമാത്രം ചെക്ക് ചെയ്താൽ മതി? ആംഗിൾ എയും ആംഗിൾ പിയും അല്ലേ. ഈഫ് ആംഗിൾ എ ആൻഡ് ആംഗിൾ പി ആർ ഈക്വൽ ആൻഡ് ആംഗിൾ ബി ആൻഡ് ആംഗിൾ ഐ ആർ ഈക്വൽ ആൻഡ് ആംഗിൾ സി ആൻഡ് ആംഗിൾ എസ് ആർ ഈക്വൽ, then what we can say by AAA criteria triangle ABC should be similar to triangle PIS. You might have understood, no? ഓക്കെ, ഇതാണ് AA ക്രൈറ്റീരിയ. സിമിലർ ആയിരിക്കും. കറസ്പോണ്ടിങ് ആംഗിൾസ് പരസ്പരം ഈക്വൽ ആണെങ്കിൽ രണ്ട് ട്രയാങ്കിളും സിമിലർ ആയിരിക്കും. അത്രമാത്രം. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് ഈസ് AA ക്രൈറ്റീരിയ. ഷാൽ ബി മൂവ് ടു ദ നെക്സ്റ്റ് ക്രൈറ്റീരിയ. ഓക്കെ, നിങ്ങൾ കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും, പക്ഷേ സിമ്പിളല്ല. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ സീരിയസ്നെസ്. ഷാൽ ബി ഗോ ടു ദ നെക്സ്റ്റ്? യെസ്. And next criteria is AA criteria. What do you mean by AA criteria?
എന്തായിരിക്കും? പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എ ക്രൈറ്റീരിയ. എന്താണ് എ ക്രൈറ്റീരിയ? എന്തായിരിക്കാം? രണ്ട് ട്രയാങ്കിള് സിമിലർ ആണോ എന്ന് നോക്കാൻ എന്ത് നോക്കിയാൽ മതി? ആ രണ്ട് ട്രയാങ്കിളിലെയും രണ്ട് പെയർ ഓഫ് ആംഗിൾസ് ഈക്വൽ ആയാൽ മതി. എ ക്രൈറ്റീരിയ നേരത്തെ പഠിച്ചത് എന്തായിരുന്നു? 3 പെയർ ഓഫ് ആംഗിൾസും പരസ്പരം ഈക്വൽ ആവണം. പക്ഷേ എ ക്രൈറ്റീരിയ എന്താ പറയുന്നത്? 2 പെയർ ഓഫ് ആംഗിൾസും പരസ്പരം ഈക്വൽ ആയാൽ മതി. 2 പെയർ ഓഫ് ആംഗിൾസ് പരസ്പരം ഈക്വൽ ആയാൽ മതി എന്നാണ് എ ക്രൈറ്റീരിയ പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ വളരെ ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അതിൻ്റെ റീസണാണ്. നിങ്ങൾ വരയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയാൽ മതി. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് എ ക്രൈറ്റീരിയ ഹോൾഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതാ ഞാൻ പറയട്ടെ. ഈ രണ്ട് ട്രയാങ്കിൾ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇതും ഈക്വലാണ്. അപ്പോൾ ഒരു പെയർ ഓഫ് ആംഗിൾസ് ഈക്വലായി. ഇതും ഈക്വലാണ്. അടുത്ത പെയർ ഓഫ് ആംഗിൾസും അതാണ്. ഇത് രണ്ടും ഈക്വലാകുമ്പോൾ ആദ്യത്തെ പെയർ ഓഫ് ആംഗിൾസ് എ, ഇത് രണ്ടും ഈക്വലാകുമ്പോൾ അടുത്ത പെയർ ഓഫ് ആംഗിൾസ് എ. ഈ എ ക്രൈറ്റീരിയ പറയുന്നത് ഇങ്ങനത്തെ 2 പെയർ ഓഫ് ആംഗിൾസ് ഉണ്ടെങ്കിൽ തന്നെ രണ്ടും സിമിലർ ആവും എന്നല്ലേ ഈ എ ക്രൈറ്റീരിയ പറയുന്നതെന്ന് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. യെസ്, അതായത് ഇങ്ങനത്തെ ഒരു പെയറുണ്ട് എ, അടുത്ത പെയറുണ്ട് എ, അത് മതി. മൂന്നാമത്തെ പെയറിൻ്റെ കാര്യം നിങ്ങൾ നോക്കണ്ട. എ ക്രൈറ്റീരിയ എ ഹോൾഡ് ചെയ്താൽ തന്നെ മൂന്നാമത്തതും ഈക്വൽ ആണെങ്കിൽ എ ക്രൈറ്റീരിയ വെച്ച് സിമിലർ ആണെന്ന് പറയും. ഇനി രണ്ടെണ്ണം ഈക്വൽ ഉള്ളെങ്കിൽ എ ക്രൈറ്റീരിയ വെച്ച്. എന്തുകൊണ്ട് എ ക്രൈറ്റീരിയ ഹോൾഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഈക്വലാണ്. സപ്പോസ് ഇതൊരു എക്സ് ആണെങ്കിൽ ഇതെന്താണ്? എക്സ്. ഇത് വൈ ആണെങ്കിൽ എന്താണ്? ഇത് വൈ. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക, മൂന്നാമത്തെ ആംഗിളും ഈക്വൽ ആവണ്ടേ? കാരണം ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ച് ടോട്ടൽ സം 180 ആവണ്ടേ? സപ്പോസ് ഇതൊരു 30 ആണെന്ന് വിചാരിക്കുക, ഇതും 30. സപ്പോസ് ഇതൊരു 40 ആണെന്ന് വിചാരിക്കുക, ഇതും 40. അപ്പോൾ ഇത് എത്രയായിരിക്കും? 40, 30, 70. ഇത് 110 ആവണ്ടേ? കാരണം എന്താ? ഇത് 30, ഇത് 30, ഇത് 40, ഇത് 40. അപ്പോൾ ഈ ട്രയാങ്കിളിൽ ഈ ബാക്കിയുള്ള ആംഗിൾ 110 ആവണം. കാരണം 40, 30, 70, 110 ആണ് 180. അപ്പോൾ ഇത് 110. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ആഡ് ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ച് നോക്കുമ്പോൾ ഇത് 110. അപ്പോൾ മൂന്നാമത്തെ ആംഗിൾസും ഈക്വൽ ആയില്ലേ? അതായത് 2 പെയർ ഓഫ് ആംഗിൾസ് ഈക്വൽ ആകുമ്പോൾ തന്നെ മൂന്നാമത്തെ പെയർ ഓഫ് ആംഗിൾസ് ഓട്ടോമാറ്റിക്കലി ഈക്വൽ ആവുന്നുണ്ട്. അതായത് എ ക്രൈറ്റീരിയൻ്റെ ഫലം അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് ആണ് പറയുന്നത് എ ക്രൈറ്റീരിയ ഹോൾഡ് ചെയ്യുന്നതും എ ക്രൈറ്റീരിയ ഹോൾഡ് ചെയ്യുന്നതും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് എ ക്രൈറ്റീരിയ നിങ്ങൾ ചെക്ക് ചെയ്താലും മതി എന്ന് പറയുന്നത്. ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ്, നോ? സോ ഷാൽ ബി റൈറ്റ് ദ വാട്ട്? See, this is the definition of that. Just write this. If two angles, I repeat, if two angles of one triangle are respectively equal to the two angles of another triangle, then the two triangles are similar. That is what is a criteria. രണ്ട് ആംഗിൾസ് പരസ്പരം ഈക്വൽ ആയി മതി. Once again, if two angles of one triangle are respectively equal to two angles of another triangle, then two triangles are said to be similar. This may be referred as a similarity criteria for two triangles. ഇതിനെയാണ് a similarity എന്ന് പറയുന്നതെന്ന്. ഓക്കെ, ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ്, നോ? ഷാൽ വി ഗോ ടു ദ നെക്സ്റ്റ് ക്രൈറ്റീരിയ? സോ 2 ക്രൈറ്റീരിയ പഠിച്ചു, ഇനി മൂന്നാമത്തെ ക്രൈറ്റീരിയയിലോട്ട് പോകുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് ക്രൈറ്റീരിയ ഈസ് തേർഡ് ക്രൈറ്റീരിയ, എസ് ക്രൈറ്റീരിയ ഓഫ് സിമിലാരിറ്റി. ഐ റിപ്പീറ്റ്, എസ് ക്രൈറ്റീരിയ ഓഫ് സിമിലാരിറ്റി. പറ, ക്യാൻ യു ഡിഫൈൻ ദാറ്റ്? S stands for S, first pair of sides. S stands for second pair of sides. S stands for third pair of sides. അതായത് ഒരു ട്രയാങ്കിളിലെ 3 സൈഡുകൾ മറ്റൊരു ട്രയാങ്കിളിൻ്റെ 3 സൈഡിന് ഈക്വൽ ആണെങ്കിൽ, അതായത് ഈ ഒരു ട്രയാങ്കിളിലെ 3 സൈഡുകൾ മറ്റൊരു ട്രയാങ്കിളിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 3 സൈഡുകൾക്ക് ഈക്വൽ ആണെങ്കിൽ, അതായത് സൈഡുകൾ പരസ്പരം ഈക്വൽ ആണെങ്കിൽ, വാട്ട് വാസ് എ ക്രൈറ്റീരിയ? ദ കറസ്പോണ്ടിങ് ആംഗിൾ ഷുഡ് ബി ഈക്വൽ. വാട്ട് വാസ് എ ക്രൈറ്റീരിയ? കറസ്പോണ്ടിങ് ടു ആംഗിൾ ഷുഡ് ബി ഈക്വൽ. ആ രണ്ട് കാര്യത്തിൽ നമുക്ക് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറയാം. ഇനി എന്താണ് എസ് എന്ന് പറഞ്ഞാൽ? രണ്ട് ട്രയാങ്കിളിലെ കറസ്പോണ്ടിങ് സൈഡ്സ് പരസ്പരം ഈക്വൽ ആണെങ്കിൽ സിമിലർ ആയിരിക്കും. സോ ഷാൽ ബി റൈറ്റ് ദ ഡെഫിനിഷൻ? യെസ്, ദിസ് ഈസ് വാട്ട് ഈസ് ദ ഡെഫിനിഷൻ തിയറം 6.4. ഓക്കെ, റീഡ് ഇറ്റ് ഔട്ട്. റൈറ്റ്. If in two triangles sides of one triangle are sorry പെട്ടെന്ന് കോൺഗ്രുവൻസി കയറി വന്നു. ക്ഷമിക്കുക. സോറി. എസ് ക്രൈറ്റീരിയയിലൊരു മാറ്റമുണ്ട്. പെട്ടെന്ന് കോൺഗ്രുവൻസിയിലോട്ട് പോയി, അതാണ് പറ്റിപ്പോയത്. എ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞപ്പം കറസ്പോണ്ടിങ് ആംഗിൾ ഷുഡ് ബി ഈക്വൽ ആണ്. എ ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ കറസ്പോണ്ടിങ് 2 പെയർ ഓഫ് ആംഗിൾ ഷുഡ് ബി ഈക്വൽ. അതിലൊരു മാറ്റമില്ല. എസ് ക്രൈറ്റീരിയ ചെറിയൊരു മാറ്റമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് തെറ്റാണ്. കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ അല്ല, കാരണം ഇത് സിമിലാരിറ്റിയാണ്. കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആവണം നിർബന്ധമുണ്ടോ? കറസ്പോണ്ടിങ് ആംഗിൾസ് എന്തായാലും എപ്പോഴാണെങ്കിലും സിമിലാരിറ്റിയിൽ ഈക്വൽ ആയിരിക്കും. കറസ്പോണ്ടിങ് ആംഗിൾസ് സിമിലാരിറ്റിയിൽ എന്തായിരിക്കും? മസ്റ്റായിട്ടും ഈക്വൽ ആകണം.
ആംഗിൾസിൻ്റെ കാര്യം അത് അങ്ങനെയാണ്, പരസ്പരം ഈക്വലായേ പറ്റുള്ളൂ. പക്ഷേ സൈഡ്സ് എന്താണ്? ഒരു ട്രയാങ്കിളിനേക്കാൾ വലിയൊരു ട്രയാങ്കിളും ആയിക്കൂടെ സിമിലർ ട്രയാങ്കിൾസ്? അപ്പോൾ സൈഡ്സ് ഈക്വൽ ആവണമെന്നുണ്ടോ? ഇല്ല. ആംഗിൾസ് ഈക്വൽ ആവണം, അതിലൊരു കോംപ്രമൈസും ഇല്ല. പക്ഷേ സൈഡ്സ് ഈക്വൽ ആകണ്ട. അപ്പോൾ SSS ക്രൈറ്റീരിയ എന്തായിരിക്കും? സൈഡ്സ് ഈക്വൽ ആകണമെന്ന് നിർബന്ധമില്ലല്ലോ. അപ്പോൾ SSS ക്രൈറ്റീരിയ 3 സൈഡ്സും ഈക്വൽ ആവണമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. SSS ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇതാ, ഒരു ട്രയാങ്കിളിലെ 3 സൈഡ്സും അടുത്ത ട്രയാങ്കിളിലെ 3 സൈഡ്സിൻ്റെയും, അതായത് കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോകൾ എടുത്തു കഴിഞ്ഞാൽ സെയിം ആണെങ്കിൽ ആ 2 ട്രയാങ്കിളും സിമിലർ ആണെന്ന്. ഉദാഹരണത്തിന് ഐ വിൽ ഗീവ് എൻ എക്സാമ്പിൾ. ജസ്റ്റ് റൈറ്റ് ദിസ് ഡെഫിനിഷൻ ഫസ്റ്റ്. ഇഫ് ഇൻ 2 ട്രയാങ്കിൾസ്, എനിക്കത് പറഞ്ഞ് ഫലിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഫിഗർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, പേടിക്കണ്ട. നിങ്ങൾ ഈ ഡെഫിനിഷൻ എഴുതിക്കോളൂ. ഇഫ് ഇൻ 2 ട്രയാങ്കിൾസ് സൈഡ്സ് ഓഫ് 1 ട്രയാങ്കിൾ ആർ പ്രൊപ്പോർഷണൽ, that is in the same ratio എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, that is in the same ratio the sides of other triangle, then their corresponding angles are equal and hence the 2 triangles are similar എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്നത്, ആ ഡെഫിനേഷൻ നിങ്ങളിവിടെ എഴുതി വെക്കുക, എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി അതിൻ്റെ എക്സാക്ട് മീനിങ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ശ്രദ്ധിച്ചിരിക്കുക, വളരെ ശ്രദ്ധിച്ചിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരമാണ്. ABC എന്ന് പറഞ്ഞ ട്രയാങ്കിളും PQR എന്ന് പറയുന്ന ട്രയാങ്കിളും. അപ്പോൾ എ ക്രൈറ്റീരിയ അനുസരിച്ച് ഈ 2 ട്രയാങ്കിളും സിമിലർ ആണെങ്കിൽ എന്താവണമായിരുന്നു? കറസ്പോണ്ടിങ് ആംഗിൾസ് 3 ഈക്വൽ ആയിരിക്കണം. അതിവിടെ ഗിവൺ അല്ല എന്ന് വിചാരിക്കാം. ഇനി എ ക്രൈറ്റീരിയ അനുസരിച്ച് 2 കറസ്പോണ്ടിങ് പെയർ ഈക്വൽ ആവണം, ആംഗിൾസ് ഈക്വൽ ആവണം. ആംഗിൾസിൻ്റെ കാര്യമൊന്നും ഇവിടെ ഗിവൺ അല്ല. പക്ഷേ ഇവിടെ എനിക്ക് ഗിവൺ ആയിട്ടുള്ളത് ഈ സൈഡ് 3, ഈ സൈഡ് 6, ഈ സൈഡ് 4, ഈ സൈഡ് 8, ഈ സൈഡ് ഒരു 5, ഈ സൈഡ് ഒരു 10 ആണെന്ന് വിചാരിക്കാം. സൈഡ്സ് ആണ് തന്നേക്കുന്നത്. അപ്പോൾ സൈഡ്സ് 3ഉം ഗിവൺ ആണെങ്കിൽ നമുക്ക് സിമിലർ ആണോ എന്ന് നോക്കാൻ ഉപയോഗിക്കേണ്ട ഒരു ക്രൈറ്റീരിയയാണ് SSS ക്രൈറ്റീരിയ. ഇഫ് 3 സൈഡ്സ് ആർ ഗിവൺ ദെൻ വി ക്യാൻ യൂസ് SSS ക്രൈറ്റീരിയ. എന്താണ് SSS ക്രൈറ്റീരിയ? സൈഡ്സുകൾ പരസ്പരം ഈക്വൽ ആവണമെന്നാണോ? അല്ല അല്ല അല്ല. എന്തായിരിക്കാം അത്? സൈഡ്സ്, കറസ്പോണ്ടിങ് സൈഡ്സ് പരസ്പരം ഈക്വൽ ആവണം എന്നല്ല, കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആകണമെന്നാണ് SSS ക്രൈറ്റീരിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ പറയുന്നു, SSS ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആകണമെന്നല്ല. കാരണം ഇതിൽ കൺഫ്യൂഷൻ വരാം. എ ക്രൈറ്റീരിയ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആകണമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ അപ്പോൾ നിങ്ങൾ വിചാരിക്കുക SSS ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആകണമെന്നാണെന്ന്. അല്ല, SSS ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആകണമെന്നല്ല, കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആകണമെന്നാണ്. അതായത് ഇവിടുത്തെ സൈഡ് AB, അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡാണല്ലോ PQ, AB/PQ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി അടുത്തത് ACക്ക് കറസ്പോണ്ടിങ് PR അല്ലേ, AC/PR കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി അടുത്തത് BCക്ക് കറസ്പോണ്ടിങ് QR അല്ലേ, BC/QR കാൽക്കുലേറ്റ് ചെയ്യാം. എന്താണ് AB/PQ? 3/6 അഥവാ 1/2. എന്താണ് AC/PR? 4/8. Again that is 4/8 is nothing but 1/2. എന്താണ് BC/QR? 5/10. 5/10 is nothing but 1/2. റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1/2 കിട്ടും. 3ഉം. അതായത് എന്താണ്? ഈ 3 സൈഡ്സിൻ്റെ റേഷ്യോവും, അതായത് ആദ്യത്തെ പെയർ ഓഫ് കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോവും, രണ്ടാമത്തെ പെയർ ഓഫ് കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോവും, മൂന്നാമത്തെ പെയർ ഓഫ് കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോവും ഈക്വലായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ then we can use SSS rule and we can say that these 2 triangles are similar. കാരണം അവർ പറയുന്നത് ഇങ്ങനെ സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വലായി വന്നു കഴിഞ്ഞാൽ ആ കറസ്പോണ്ടിങ് ആംഗിൾസ് ഓട്ടോമാറ്റിക്കലായി ഈക്വലായി വരും. അങ്ങനെ 2 ട്രയാങ്കിളും സിമിലർ ആകും. കാരണം എന്താ? നമുക്ക് സൈഡ്സിൻ്റെ റേഷ്യോ മാത്രം ഈക്വലായെന്ന് പറഞ്ഞുകൊണ്ട് സിമിലർ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് അവർ പറയുന്നത് സൈഡ്സിൻ്റെ റേഷ്യോ സിമിലർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആംഗിൾസ് പരസ്പരം ഓട്ടോമാറ്റിക്കലി ഈക്വലായി വരും. അപ്പോൾ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ 2 ട്രയാങ്കിളും സിമിലർ ആയിരിക്കും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ SSS ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമാണ്. 2 ട്രയാങ്കിൾ സിമിലർ, ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരുന്നു, ശ്രദ്ധിച്ചിരിക്കാം. അപ്പോൾ SSS ക്രൈറ്റീരിയ എപ്പോഴാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക? ഒരു ട്രയാങ്കിളിലെ 3 സൈഡും അടുത്ത ട്രയാങ്കിളിലെ 3 സൈഡും ഈക്വലായി വരുമ്പം. SSS ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ 3 പെയർ ഓഫ് സൈഡ്സും പരസ്പരം ഈക്വൽ ആകണമെന്നാണോ? അല്ല. അതിന് പകരം എന്താണ്? കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആകണമെന്നാണ് SSS ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ, ഇതാണ് ആദ്യത്തെ കറസ്പോണ്ടിങ് പെയർ ഓഫ് സൈഡ്സിൻ്റെ റേഷ്യോ, സ്റ്റാൻഡ്സ് ഫോർ കറസ്പോണ്ടിങ് പെയർ ഓഫ് സൈഡ്സിൻ്റെ റേഷ്യോ, സ്റ്റാൻഡ്സ് ഫോർ S. അതാണ് അടുത്ത പെയർ ഓഫ് കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ, സ്റ്റാൻഡ്സ് ഫോർ S. ഇതാണ് നെക്സ്റ്റ് പെയർ ഓഫ് കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ, സ്റ്റാൻഡ്സ് ഫോർ S. അങ്ങനെ 3 റേഷ്യോയും ഈക്വലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രം നമുക്ക് എന്ത് ഉപയോഗിക്കാം? SSS ക്രൈറ്റീരിയ വെച്ചിട്ട് 2 ട്രയാങ്കിളും സിമിലർ ആണെന്ന് പറയാം. സോ ദിസ് ഈസ് വാട്ട് ഈസ് SSS ക്രൈറ്റീരിയ.
ഓക്കെ. സോ ഇങ്ങനെ രണ്ട് ഫിഗർ വരയ്ക്കും. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ എഴുതിയാൽ മതി. എന്നിട്ട് താഴെ എഴുതുക. സോ ബൈ SSS ക്രൈറ്റീരിയ വാട്ട് ട്രയാങ്കിൾ ABC സിമിലർ ടു ട്രയാങ്കിൾ PQR. കാരണം അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറയുന്നത് SSS ക്രൈറ്റീരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ സെയിം ആയി വന്നു കഴിഞ്ഞാൽ മാത്രം ഉപയോഗിക്കുന്ന ക്രൈറ്റീരിയയാണ് SSS ക്രൈറ്റീരിയ. എനിക്ക് തോന്നുന്നു ഇത് നന്നായി വൃത്തിയായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. തെറ്റ് പറ്റരുത്. പരസ്പരം സൈഡ്സ് ഈക്വൽ ആവാനുള്ള കണ്ടീഷനല്ല. കാരണം ഇത് വീണ്ടും പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞു പോയി, ഒരു തെറ്റ് പറഞ്ഞു പോയി, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് SSS ക്രൈറ്റീരിയ. ഓക്കെ, ഷാൽ വി go to the next? Yes. So this is the next criteria, that is SAS criteria. Just write a side heading SAS criteria of similarity and write this definition. ഇപ്രാവശ്യം തെറ്റി വരുത്തൂല, കറക്റ്റ് പറഞ്ഞുതരാം. If one angle of a triangle is equal to one angle of the other triangle, എന്ന് വെച്ചാൽ ഇതിൻ്റെ അർത്ഥം എന്താ? ഒരു ട്രയാങ്കിളിലെ ഒരു ആംഗിൾ ഈസ് ഈക്വൽ ടു വൺ ആംഗിൾ ഓഫ് അനദർ ട്രയാങ്കിൾ. അതായത് രണ്ട് ട്രയാങ്കിളിലെ ഓരോ ആംഗിൾസ് ഈക്വൽ ആവണം. കാരണം എന്താ? SAS ഒരു എന്ന് പറഞ്ഞാൽ ഒരു പെയർ ഓഫ് ആംഗിൾസിൻ്റെ കാര്യത്തിൽ ഈക്വൽ ആവണമെന്ന് നിർബന്ധമുണ്ട്. അപ്പോൾ ഒരു പെയർ ഓഫ് ആംഗിൾസ് ഈക്വൽ ആവണം. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും എസ്സും അതെന്താ പറയുന്നതെന്ന് പറഞ്ഞുതരാം. ആൻഡ് ദ സൈഡ്സ് ഇൻക്ലൂഡിങ് ദീസ് ആംഗിൾസ് ആർ പ്രപ്പോർഷണൽ. അതാണ് ഞാൻ പറഞ്ഞത്, സൈഡ്സ് പരസ്പരം ഈക്വൽ ആവണമെന്ന് ഒരിക്കലും സിമിലാരിറ്റിയിൽ പറയാൻ പറ്റില്ല. അതാണ് ഇവിടെയും പറഞ്ഞേക്കുന്നത്. ആൻഡ് ദ സൈഡ്സ് ഇൻക്ലൂഡിങ് ദീസ് സൈഡ്സ് ആർ പ്രപ്പോർഷണൽ, ദെൻ ദ ട്രയാങ്കിൾസ് ആർ സിമിലർ. വൺസ് അഗൈൻ ഐ റിപ്പീറ്റ്, if one angle of a triangle is equal to the one angle of the other triangle and the sides including these angles are proportional, then the triangles are similar. Just write the definition. അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഡെഫിനിഷൻ എഴുതിയെന്ന് വിചാരിക്കുന്നു ഞാൻ. SASൻ്റെ ഡെഫിനിഷൻ ഇപ്പോൾ പറഞ്ഞത് എഴുതിയിട്ടുണ്ടാവും. ഇനി അതിൻ്റെ തൊട്ട് താഴെ രണ്ട് ഫിഗർ വരച്ച് അതെങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. സോ ലെറ്റ് ഇറ്റ് ബി സം ABC and let it be some PQR. ഓക്കെ, ആൻഡ് ഇത് 30 ഡിഗ്രിയാണ് എന്ന് വിചാരിക്കുക. സപ്പോസ് ഇത് 30 ഡിഗ്രി. അതാണ് ഒരു പെയർ ഓഫ് ആംഗിൾസ് പരസ്പരം ഈക്വൽ ആണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തത്. ഓക്കെ, ഇനി SAS അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, SAS അപ്ലൈ ചെയ്യണമെങ്കിൽ ആ ആംഗിൾ ഏതാണോ ഈക്വലായി തന്നത് ആ ആംഗിളിന് ഇരുവശവുമുള്ള സൈഡായിരിക്കും വിവരങ്ങളായിരിക്കും തന്നിട്ടുണ്ടാകേണ്ടത്. ആ ആംഗിൾസിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഇങ്ങനെയുള്ള വശങ്ങളില്ലേ, ഇങ്ങനെയുള്ള വശങ്ങളില്ലേ, ആ സൈഡ്സിൻ്റെ ഇൻഫർമേഷൻ ആയിരിക്കും തന്നിട്ടുണ്ടാകുക. അതെങ്കിൽ മാത്രമേ SAS. കാരണം എന്താ? ആംഗിൾ എവിടെയാണുള്ളത്? ആ രണ്ട് സൈഡിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആണുള്ളത്. അപ്പം ആംഗിളിൻ എവിടെയാണോ തന്നിരിക്കുന്നത് അതിൻ്റെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടുമുള്ള സൈഡ്സിൻ്റെ ഇൻഫർമേഷൻ കിട്ടിയെങ്കിൽ മാത്രമേ SAS ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അണ്ടർസ്റ്റുഡ്? ഇത് 3 ആണെന്ന് വിചാരിക്കാം. സൈഡ്സ് പരസ്പരം ഈക്വൽ ആവണമെന്നാണോ പറഞ്ഞേക്കുന്നത്? അല്ല കേട്ടോ, റേഷ്യോ ഈക്വൽ ആവണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് 4 ആണെന്ന് വിചാരിക്കാം, ഇതൊരു 8 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി ഇതിലെങ്ങനെ SAS അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഈക്വൽ ആയിട്ടുള്ള പെയർ ഓഫ് ആംഗിൾസ് ഏതാ? ആംഗിൾ A ഈസ് ഈക്വൽ ടു ആംഗിൾ P, ബിക്കോസ് വൈ? ഇറ്റ് ഈസ് ഗിവൺ. ഇറ്റ് ഈസ് ഗിവൺ. അപ്പോൾ ഒരു പെയർ ഓഫ് ആംഗിൾസ് ഈക്വലായി. വേണമെങ്കിൽ നിങ്ങൾ ഓക്കെ, ഒരു പെയർ ഓഫ് ആംഗിൾസ് ഈക്വലായി, ഒരു പെയർ ഓഫ് ആംഗിൾസ് ഈക്വലായി. മനസ്സിലായോ? മനസ്സിലായി. ഇനി ആ ആംഗിളിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തോട്ടുള്ള സൈഡുകൾ ഏതാ? ഇവിടെ 3, ഇവിടെ 4. ഇവിടെ ഈ ആംഗിളിൻ്റെ ഇപ്പുറത്തുള്ള സൈഡാണ് ഇവിടെ 6, ഇവിടെ 8. ഇനി ഈ ആംഗിളിൻ്റെ ഇപ്പുറത്തോട്ടുള്ള സൈഡ് ആദ്യം നമുക്ക് പരിശോധിക്കാം. ഇത് 3, അതായത് AB. ഞാൻ പറയുന്നു SAS റൂൾ അപ്ലൈ ചെയ്യണമെങ്കിൽ ആ തന്നിരിക്കുന്ന ആംഗിൾ ഈക്വൽ ആണെന്നുള്ള കാര്യം നമ്മൾ എഴുതി. ഇനി അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ട, പരസ്പരം ഈക്വൽ ആകണം എങ്കിൽ SAS അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പെയർ ഓഫ് ആംഗിൾസ് ഉണ്ട്. ഇനി അടുത്തത് SAS റൂൾ അപ്ലൈ ചെയ്യണമെങ്കിൽ ആ തന്നിരിക്കുന്ന ഈക്വൽ ആംഗിൾസിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തോട്ടുള്ള സൈഡുകളായിരിക്കണം രണ്ട് ട്രയാങ്കിളും തന്നിട്ടുണ്ടാവുക. ഇനി അതെന്ത് വെച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 30 ഡിഗ്രീൻ്റെ ഇപ്പുറത്തോട്ടുള്ള സൈഡ് ഏതാണ്? AB. അതെഴുതി. അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ് ഏതാ മറ്റേ ട്രയാങ്കിളിൽ? ഇതാണ് അടുത്ത ട്രയാങ്കിൾ. അതിന് ഈ ABക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ് ഈ ട്രയാങ്കിൾ ഏതാ വരിക? PQ. AB ബൈ PQ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി അടുത്ത പെയർ ഓഫ് സൈഡ്സ് ഇതാണല്ലോ അടുത്ത സൈഡ്. അതിന് കറസ്പോണ്ടിങ് സൈഡ് ഏതാ? PR. ശ്രദ്ധിച്ചിരിക്കണേ, AC ബൈ PR നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി AB ബൈ PQ എന്താ പറഞ്ഞേ? 3/6 എന്ന് വെച്ചാൽ 1/2 റെഡ്യൂസ് കഴിഞ്ഞാൽ. AC ബൈ PR എന്താ? 4/8 റെഡ്യൂസ് കഴിഞ്ഞാൽ 1/2. ഇതാ അത് രണ്ട് ഈക്വലായില്ലേ? അങ്ങനെ ഈക്വൽ ആകണം. അങ്ങനെ, അതായത്
അങ്ങനെ ഇതാണ് SAS റൂൾ. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന റൂളാണ് SAS റൂൾ. ഐ റിപ്പീറ്റ്, SAS റൂൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ സ്റ്റേറ്റ്മെൻറ്റിലൊന്ന് വായിച്ചു നോക്കുക. ആദ്യം എന്താണ്? ഇഫ് വൺ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു വൺ ആംഗിൾ ഓഫ് ദ അതർ വൺ. അതാണ് ഒരു കണ്ടീഷൻ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താ പറയുന്നത്? ആൻഡ് ദ സൈഡ്സ് ഇൻക്ലൂഡിങ് ദീസ് ആംഗിൾസ് ആർ പ്രൊപ്പോർഷണൽ. സൈഡ്സ് ഇൻക്ലൂഡിങ് ദീസ് ആംഗിൾസ് ആർ പ്രൊപ്പോർഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ട്രയാങ്കിളിൽ ഈ സൈഡ് ഇൻക്ലൂഡ് ചെയ്യുന്ന സൈഡ്സ് ഇൻക്ലൂഡിങ് ദീസ് ആംഗിൾസ്. അതെ, ഓക്കെ. ഈ ട്രയാങ്കിളിൽ ഈ ആംഗിളിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന രണ്ട് സൈഡാണ് ഇത്. ഈ ട്രയാങ്കിളിൽ ഈ ആംഗിളിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന രണ്ട് സൈഡാണിത്. ഇവയുടെ റേഷ്യോ പരസ്പരം ഈക്വൽ ആണ്. അതായത് എ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡിനായ PQ, അതിൻ്റെ റേഷ്യോ AB/PQവും AC ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡായ PR, AC/PRും അതിൻ്റെ റേഷ്യോ പരസ്പരം ഈക്വൽ ആയെങ്കിൽ മാത്രം, ഇങ്ങനെ ഒരു കണ്ടീഷനിൽ പരസ്പരം ആംഗിൾസ് ഈക്വൽ ആവുകയും ആംഗിൾസിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന സൈഡ്സിൻ്റെ റേഷ്യോ പരസ്പരം ഈക്വലായി വരികയും ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ യൂസ് SAS റൂൾ. ഓക്കെ, സോ ഇൻ ദിസ് സിറ്റുവേഷൻ ബൈ വാട്ട്? ബൈ SAS റൂൾ. ഒന്നും കൂടെ പറയുന്നു, പരസ്പരം ആംഗിൾസ് ഈക്വൽ ആവണം. ആ ആംഗിളിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള സൈഡും ഒന്നാമത്തെ ട്രയാങ്കിളിലെ, രണ്ടാമത്തെ ട്രയാങ്കിളിലെ ആംഗിളിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള സൈഡ്സിൻ്റെ റേഷ്യോ ഇതുപോലെ ഈക്വലായി വരണം. അപ്പം അങ്ങനെയാണെങ്കിൽ ബൈ SAS റൂൾ വാട്ട് വി ക്യാൻ സേ? ട്രയാങ്കിൾ ABC സിമിലർ ടു ട്രയാങ്കിൾ PQ. ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ക്ലിയർ. SAS റൂൾ, ദിസ് ഈസ് വാട്ട് ഈസ് SAS റൂൾ. അപ്പം ഒരു റൂളിൽ നിന്ന് പരസ്പരം കൺഫ്യൂഷൻ ആവരുത്. നല്ല ഡെപ്തിൽ ഈ വീഡിയോ കാണുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് എഴുതി പഠിച്ചോളാം. കാരണം അടുത്ത വീഡിയോയിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചെയ്യാം. ഓക്കെ, ആൻഡ് ഷാൾ വി സോ ദീസ് ആർ ദ ക്രൈറ്റീരിയാസ്. ഇത്രയും ക്രൈറ്റീരിയ ആണുള്ളത്. അപ്പോൾ ഈ ക്രൈറ്റീരിയ നല്ലതുപോലെ ഗ്രാസ്പ് ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ സാറ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകണം. അല്ല, നമുക്കങ്ങനെ നേരത്തെ നിർത്താൻ പറ്റില്ല. ഇനി മുതൽ നമുക്ക് വി ആർ ഗോയിങ് ടു സോൾവ് ടു എക്സാമ്പിൾസ്. ദാറ്റ് മീൻസ് ഇതിൻ്റെ റിലേറ്റ് ചെയ്തിരിക്കുന്ന 2 എക്സാമ്പിളും കൂടെ. കുറച്ച് ലെങ്ത് ആവും എന്തായാലും വീഡിയോ. നിങ്ങൾ സഹകരിക്കാം. എങ്കിലും ഒരു 50 മിനിറ്റിന് ഉള്ളിൽ ഞാൻ നിർത്താം. ഓക്കെ, ഒരു 15 മിനിറ്റും കൂടെ അഡീഷണൽ എടുത്തിട്ട് ഞാൻ ഒരു 15 മിനിറ്റും കൂടെ എന്നെ സഹിക്കാം. സോ 2 more examples we have to solve anyway. എങ്കിലേ നമുക്ക് തീരുള്ളൂ. 2 എക്സാമ്പിൾ. ഈ 2 എക്സാമ്പിൾ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുവിധം ഒരു ഐഡിയ കിട്ടും എങ്ങനെ ഇതൊക്കെ ചെയ്യണമെന്ന്. ഓക്കെ, ഷാൽ വി go to the next example? Yes. So this is your example 4. Just read the example form and okay, read it out. If in this figure if PQ is parallel to RS, അതായത് PQ എന്ന് പറയുന്ന ഈ ലൈനും RS എന്ന് പറയുന്ന ഈ ലൈനും, ഈ രണ്ട് ലൈൻ എന്താണ്? പാരലാണെന്ന് ഓൾറെഡി ഗിവൺ. ആൻഡ് പ്രൂവ് ദാറ്റ് ട്രയാങ്കിൾ POQ, ദിസ് ഈസ് ട്രയാങ്കിൾ POQ and this is triangle SOR, this is triangle SOR. We are supposed to prove both triangles are similar. That means we are supposed to use any one of the criteria which we learned and we have to prove it as similar. So this is the question and all the things which I have mentioned here. See, നിങ്ങൾ നോക്കുക, ഫിഗർ ഉണ്ട്, ഗിവൺ ആയിട്ടുള്ള കാര്യം എഴുതി, 2 പ്രൂവിൽ എഴുതി. ഇനി പ്രൂഫിലോട്ട് നമ്മൾ പോവാണ്. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ 2 ട്രയാങ്കിളും സിമിലർ ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പഠിച്ച ഏതെങ്കിലും ഒരു റൂൾ നമ്മൾ അപ്ലൈ ചെയ്ത് സിമിലർ, ഇറ്റ് ക്യാൻ ബി AA, ഇറ്റ് ക്യാൻ ബി AA ഓർ ഇറ്റ് ക്യാൻ ബി SSS ഓർ ഇറ്റ് ക്യാൻ ബി SAS. 4 റൂളാണ് പഠിച്ചത്. ഇതിൽ ഏതെങ്കിലും ഒരു റൂൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പം ഏത് റൂളാണോ കൂടുതൽ പോസിബിലിറ്റി അതാണ് നമ്മൾ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്താണ്? PQയും RSഉം പാരലാണ്. അതായത് PQയും RSഉം പാരലാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, 2 പാരലൽ ലൈൻസിനെ, 2 പാരലൽ ലൈൻ ഉണ്ട്, ഒരു ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പെയർ ഓഫ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. കാരണം എന്താ? ഈ 2 ലൈൻ പാരലലാണ്. അതാണ് ഫസ്റ്റ് ഗിവൺ കണ്ടീഷൻ. അങ്ങനെ ആയിരിക്കണം. ഒരു ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ലൈൻ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്, അതിനാണ് ട്രാൻസ്വേഴ്സ് എന്ന് വിളിക്കുന്നത്. എങ്കിൽ ഇങ്ങനെ ഈ ഫോം ചെയ്യുന്ന ഈ പെയർ ഓഫ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ആൻഡ് ദ നെയിം ഫോർ ദാറ്റ് ആംഗിൾ ഈസ് ആൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾസ്. ഇതേ പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്യുക. പക്ഷേ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നോക്കി, ഇത് രണ്ടുമാണ് പാരലൽ ലൈൻ എന്ന് വിചാരിക്കുകയല്ല, അങ്ങനെയാണ്. ഇതാണ് നിങ്ങളുടെ ട്രാൻസ്വേഴ്സൽ. അതായത് 2 പാരലൽ ലൈൻസിനെ ഇങ്ങനെ ഒരു ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ ആംഗിളിനെയും പറയുന്ന പേരാണ്. ഇതേ കേസിൽ അത് നേരത്തെ തിരിഞ്ഞു വന്നെന്നുള്ളൂ. ഇതും ആൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾസ് തന്നെയാണ്. ഇത് ആൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾസ് ആകുമ്പോൾ ഇതും ആൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾസ്. ഇത് ഈക്വലാണെന്ന് പറഞ്ഞാൽ ഇതും ഈക്വലാണ്. കാരണം ഈ 2 ലൈൻ പാരലാണല്ലോ. അതുപോലെ തന്നെ PQയും RSഉം പാരലാണ്. ഇത് ട്രാൻസ്വേഴ്സൽ ആകുമ്പോൾ ഉണ്ടാകുന്ന ആൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിളാണ് ആംഗിൾ Pയും ആംഗിൾ Sഉം. ദാറ്റ് ഷുഡ് ബി ഈക്വൽ അല്ലേ? കാരണം ആൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ് 2 പാരലലിനും ട്രാൻസ്വേഴ്സിനും കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ അത് എഴുതാം. ഓക്കെ, സോ കൺസിഡർ ട്രയാങ്കിൾ POQ ആൻഡ് ട്രയാങ്കിൾ SOR. ആ 2 ട്രയാങ്കിളാണ്. നമുക്ക് ഏതാണോ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത് ആ 2 ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നത്. ഇതേ നെയിമിംഗ് തന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, ട്രയാങ്കിൾ POQ ആൻഡ് ട്രയാങ്കിൾ SOR കൺസിഡർ ചെയ്യുന്നു.
ഇനി ഇതിലെന്താണ് ആംഗിൾ പി ആൻഡ് ആംഗിൾ എസ് ആർ ഈക്വൽ. വൈ? ബിക്കോസ് ആൾട്ടർനേറ്റീവ് interior angles formed when the transversal intersecting the parallel lines PQ and RS എന്ന് സ്പെസിഫൈ ചെയ്ത് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരില്ല. ഇനി അതുപോലെ തന്നെ വീണ്ടും അതേ പാരലൽ ലൈൻസ് ഈ പ്രാവശ്യം ഈ ട്രാൻസ്വേഴ്സിൽ നിങ്ങൾ കൺസിഡർ ചെയ്യൂ. അപ്പോൾ ഉണ്ടാകുന്ന ആൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾസ് അല്ലേ ഇതും അതും ഈക്വലാവണ്ടേ? ഓഫ് കോഴ്സ്. ഇപ്പോൾ അതേ പറഞ്ഞ ആൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈ ട്രാൻസ്വേഴ്സിൽ വരിക ഇതുമാണ്. രണ്ട് പാരലൽ ലൈൻസ്, അതേ പാരലൽ ലൈൻസ് ഇത് ട്രാൻസ്വേഴ്സലായിട്ട് കൺസിഡർ ചെയ്താൽ പാരലൽ ലൈൻസ് ഇത് ട്രാൻസ്വേഴ്സലായിട്ട് കൺസിഡർ ചെയ്താൽ ഉണ്ടാകുന്ന ആൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിളാണ് ഇതും. അതുപോലെ തന്നെയാണ് ഈ ആംഗിൾ ക്യൂ ആംഗിൾ ആർ. ദാറ്റ് ഷുഡ് ബി ഈക്വൽ. And again angle Q is equal to angle R. Why? Because, can you tell me why? Very fast, tell me. Same reason. What? Alternating interior angles are formed when the transversal QR is intersecting the parallel lines PQ and RS. ട്രാൻസ്വേഴ്സൽ മാത്രമേ മാറുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു പെയർ ഓഫ് ആംഗിൾ ഈക്വലായി, ഇവിടെ അടുത്ത പെയർ ഓഫ് ആംഗിൾ ഈക്വലായി. ഇനി നോക്കി ഈ ആംഗിൾ ഒന്ന് ആലോചിച്ച് നോക്കി. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എപ്പോഴും ഈക്വലായിരിക്കും. ഇത് ഈക്വലായിരിക്കും, ഇത് രണ്ടും ഈക്വലായിരിക്കും. ഇഫ് ഇറ്റ് ഇസ് എക്സ് ഇറ്റ് ഓൾസോ ഷുഡ് ബി എക്സ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ആംഗിൾ ഇതിനെ ആംഗിൾ 1 എന്നും ആംഗിൾ 2 എന്നും നിങ്ങൾ വിളിച്ചോളൂ. പരസ്പരം ഈക്വലായില്ലേ? യെസ്. സോ വി ക്യാൻ റൈറ്റ് ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 2. വൈ? ബിക്കോസ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. സോ one pair of angles are equal, another pair of angles are equal, the next pair of angles are equal. എവിടെ? ഈ രണ്ട് ട്രയാങ്കിളിലെയും 3 പെയർ ഓഫ് ആംഗിൾസ് പരസ്പരം ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് these two triangles are similar. That means by which rule? By AAA rule. 3 corresponding angles parasparam equal ayal which rule we can apply? Can you tell me that? AAA similarity criteria. By using that we have proved that triangle POQ similar to triangle SOR. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ നെയിമിംഗ് വരാൻ പറഞ്ഞതെന്നറിയോ? POQ നിങ്ങൾക്ക് ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ പേര് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. പരമാവധി ഇത് തന്നെ ഫോളോ ചെയ്യുക. ട്രയാങ്കിൾ POQ എന്നാണെങ്കിൽ പിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ ഏതാ? എസ് ആ. അതുകൊണ്ടാണ് പിക്ക് കറസ്പോണ്ടിങ് എസ്. ഇനി O എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളിൽ O എന്ന് പറഞ്ഞാൽ ആംഗിൾ 1 ഉദ്ദേശിക്കുന്നത്. അതായത് മനസ്സിലായോ? ഈ ട്രയാങ്കിളിൽ ആംഗിൾ O എന്ന് പറഞ്ഞാൽ ഇത്, ഈ ട്രയാങ്കിളിൽ ആംഗിൾ O എന്ന് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ട്രയാങ്കിളിൽ ആംഗിൾ O എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ 1, ഈ ട്രയാങ്കിൾ ആംഗിൾ O എന്ന് പറഞ്ഞാൽ ഈ ആംഗിളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് രണ്ടും ഈക്വലാവണം. അതാണ് ഓയ്ക്കും O ഈക്വലായി വന്നത്. രണ്ടിലും O എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആംഗിൾ 1ഉം ആംഗിൾ 2 ആണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ആംഗിൾ Q ഏതിന് ഈക്വലായിട്ടുള്ള ആംഗിളാണ്? അതാണ് ക്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് R എഴുതിയത്. പിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എസ് എഴുതി, ഒയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് O തന്നെ എഴുതി, ക്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് R എഴുതി. കാരണം ഈ രീതി ഇത് കൂടെ കണക്ട് ചെയ്തിട്ടാണ് അവർ നെയിമിങ് കൊടുത്തേക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ നെയിമിങ് കൊടുക്കാവുള്ളൂ. കറസ്പോണ്ടിങ് വെർട്ടിസസ് മാച്ച് ആവണം, അങ്ങനെ നെയിമിങ് കൊടുക്കാവുള്ളൂ കുഞ്ഞു മക്കളെ. സോ ദിസ് ഈസ് ദ പ്രൂഫ് ബൈ യൂസിങ് AAA criteria. So you may understood, no? Yes. See, this is your next question, example 5. By this we will wind up the session. ആംഗിൾ P കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ആംഗിൾ P കണ്ടുപിടിക്കണം. എല്ലാ മിക്ക ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഈ ട്രയാങ്കിളിൽ 2 ആംഗിൾസ് തന്നിട്ടുണ്ട്, ഈ ആംഗിൾസ് തന്നിട്ടില്ല, ഈ ആംഗിൾ തന്നിട്ടില്ല. 3 സൈഡിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട്. ഈ ട്രയാങ്കിളിൽ ഒരു ആംഗിൾസും തന്നിട്ടില്ല, പക്ഷേ 3 സൈഡിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ ഇനി കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പോകണം. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന് ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കരുത്, പക്ഷേ അവസാനം നിങ്ങൾക്ക് വ്യക്തമാക്കി തരും എന്തുകൊണ്ട് ഞാനതൊക്കെ ചെയ്തു എന്ന്. ഇപ്പം എന്നോട് നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ ചെയ്യുന്നത് മാത്രം. അവസാനം ഈ പ്രോബ്ലത്തിൻ്റെ അവസാനം എന്തുകൊണ്ട് ഇതൊക്കെ ചെയ്തു നിങ്ങൾക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ആംഗിൾ P കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ സ്ട്രെയിഞ്ചായിട്ട് തോന്നാം. കാരണം എന്താ? ഒരു ട്രയാങ്കിളിലെ കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ആ ട്രയാങ്കിളിൽ ഏതെങ്കിലും ആംഗിൾ കണ്ടുപിടിക്കാൻ ചോദിക്കുന്നതിന് പകരം, കാരണം കുറേ കാര്യങ്ങൾ തന്നേക്കുന്നത് ഈ ട്രയാങ്കിൾ, അതിൽ ആംഗിൾ കണ്ടുപിടിക്കാൻ ചോദിക്കുന്നതിന് പകരം വേറെ ഏതോ ട്രയാങ്കിളിൽ കുറച്ച് മാത്രം കാര്യങ്ങൾ തന്നിട്ട് അതിലൊരു ആംഗിൾ തന്നേക്കുക. ഇതിൽ ആംഗിളിനെ ബാക്കി 2 ആംഗിളിനെ പറ്റിയിട്ട് ഒരു വിവരവും ഇല്ല. അപ്പോൾ ഇതെന്ത് ക്വസ്റ്റ്യനാണെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷേ സിമ്പിളാണ്. സിമിലാരിറ്റി റൂൾ വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യുക. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയുന്നത് ആദ്യം ശ്രദ്ധിക്കുക, അതിനുശേഷം നിങ്ങൾക്ക് വ്യക്തമാകുന്നത്. ഓക്കെ, ആദ്യം ഞാൻ എന്ത് ചെയ്യാൻ പോകുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ട്രയാങ്കിളും ഈ ട്രയാങ്കിളും സിമിലിയർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് എന്നോട് ചോദിക്കാം, സാർ സിമിലറോ? ആംഗിൾ P കണ്ടുപിടിക്കാൻ പറയുന്നു, നിങ്ങൾ സിമിലർ ആണെന്ന് ചെയ്യാൻ പോകുന്നു, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ശ്രദ്ധിക്കുക, 2 ട്രയാങ്കിളും സിമിലർ ആണെന്ന് ഞാൻ പ്രൂവ് ചെയ്യുന്നു. അതിനുശേഷം ആംഗിൾ P പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, വാട്ട് ഐ എം ഗോയിങ് ടു ഡു? ഐ എം ഗോയിങ് ടു പ്രൂവ് ദാറ്റ് ബോത്ത് ട്രയാങ്കിൾസ് ആർ സിമിലർ. ഓക്കെ, I am going to
yes, I am going to show that. So what we can write? Let us check whether the given triangles are similar or not. Similar ആണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നു. അങ്ങനെ എഴുതാമല്ലോ. Let us check whether the given triangles are similar or not. അപ്പോൾ സിമിലാരിറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ ഒരുപാട് റൂളുകളുണ്ട്. ഫസ്റ്റ് റൂൾ എന്താ? എ ക്രൈറ്റീരിയ അപ്ലൈ ചെയ്യണമെങ്കിൽ രണ്ട് ട്രയാങ്കിളിലെയും 3 ആംഗിൾസും തരണം. ഇവിടെ എന്തെങ്കിലും ആംഗിൾസ് വന്നിട്ടുണ്ടോ? ഇല്ല. അടുത്തത് എ ക്രൈറ്റീരിയ അപ്ലൈ ചെയ്യണമെങ്കിൽ 2 ആംഗിൾസ് 2 ട്രയാങ്കിളും തരണം. ഉണ്ടോ? അതുമില്ല. പിന്നെ SAS ക്രൈറ്റീരിയ വേണമെങ്കിൽ ഒരു ആംഗിൾസ് പരസ്പരം ഈക്വൽ ആവണം. അതിനിവിടെ ഏതെങ്കിലും ആംഗിൾസ് തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ പരസ്പരം ഈക്വേറ്റ് ചെയ്യാൻ പറ്റും? അതുമില്ല. പിന്നെ ആകെ എന്ത് പോസിബിലിറ്റി ഉള്ളൂ കുഞ്ഞുമക്കളെ? SSS ക്രൈറ്റീരിയൻ്റെ പോസിബിലിറ്റി. SSS ക്രൈറ്റീരിയ എപ്പോഴാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക? ഒരു ട്രയാങ്കിളിലെ 3 സൈഡും മറ്റേ ട്രയാങ്കിളിലെ 3 സൈഡും ഗിവൺ ആണെങ്കിൽ എന്തുകൊണ്ട് എ ക്രൈറ്റീരിയ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല? കാരണം ഇതിൽ ഒരു ആംഗിൾ പോലും തന്നിട്ടില്ല. അതുകൊണ്ട് എ ക്രൈറ്റീരിയ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അടുത്തത് വരുന്നത് SAS ആണ്. ഒരാംഗിളെങ്കിലും തരട്ടെ, എങ്കിലല്ലേ ഒരാംഗിളെങ്കിലും പരസ്പരം ഈക്വേറ്റ് ചെയ്യാതല്ലേ നമുക്ക് SAS ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പം SAS പറ്റില്ല. അപ്പം അങ്ങനെ നിങ്ങൾക്ക് കണക്ട് ചെയ്തോടെ ഏത് റൂളാണ് ഉപയോഗിക്കേണ്ടതെന്ന്? SSS. കാരണം 3 സൈഡും തന്നിട്ടുണ്ടെങ്കിൽ പരസ്പരം തന്നിട്ടുണ്ടെങ്കിൽ SSS റൂൾ ഉപയോഗിക്കണമെങ്കിൽ എന്ത് നമ്മൾ ചെക്ക് ചെയ്യണം? പെയർ ഓഫ് സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. സൈഡ്സ് പരസ്പരം ഈക്വൽ ആവുകയാണോ വേണ്ടത്? അല്ല. SSS റൂളിൽ കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആകുകയല്ല വേണ്ടത്. കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആകണം. ഇനി കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ എടുക്കുന്നതിലൊരു പ്രത്യേകത ഉണ്ട്. AB കറസ്പോണ്ടിങ് സൈഡ്സ് നിങ്ങൾ എടുക്കാൻ തോന്നുന്നത് നിങ്ങൾക്ക് PR. പക്ഷേ ABൻ്റെ മെഷർമെൻറ്റും PRൻ്റെ മെഷർമെൻറ്റ്, അതായത് കറസ്പോണ്ടിങ് സൈഡ്സ് എപ്പോഴും ഇതിന് കറസ്പോണ്ടിങ് സൈഡ്സ് അതേ ചെരിവുള്ള ഇതാകാനും ഇതിന് കറസ്പോണ്ടിങ് സൈഡ്സ് അതേ ചെരിവുള്ള ഇതാവാനും ഇതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സ് ഇതേ ചെരിവ് അല്ലെങ്കിൽ ഇതേ സ്ലോപ്പുള്ള ഈ സൈഡ് ആകണമെന്നും ഒരിക്കലും നിർബന്ധമില്ല. അങ്ങനെ ആകുമല്ല. ചില കേസിലൊക്കെ ഇപ്പം ഞാൻ നിങ്ങൾക്ക് തന്ന എക്സാമ്പിളിലൊക്കെ ചിലപ്പോൾ അങ്ങനെ തന്നെയായിരിക്കും ഞാൻ എടുത്തത്. ഇവിടുത്തെ സൈഡ്സിന് ഇവിടുത്തെ സൈഡ്, ഇവിടുത്തെ സൈഡിന് ഇവിടുത്തെ സൈഡ്, ഇവിടുത്തെ സൈഡിന് ഇവിടുത്തെ സൈഡ്. പക്ഷേ എല്ലാത്തിലും അങ്ങനെ ആകണമെന്നില്ല. അതെങ്ങനെ മനസ്സിലാക്കാം? ഈ ഇവിടുത്തെ മെഷർമെൻറ്റ് എന്താ? 3.8. ഈ 3.8ഉം 6√3 തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് കറസ്പോണ്ടിങ് സൈഡ്സ് കണ്ടുപിടിക്കാൻ ഒരു ടെക്നിക്ക് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉദാഹരണത്തിന് ഒന്ന് ജസ്റ്റ് ഞാൻ പറയാം നിങ്ങളോട്. AB/PR നിങ്ങൾ എഴുതിയെന്ന് വിചാരിച്ചു. അതായത് ഞാൻ പറയുന്നു SSS റൂൾ ഉപയോഗിക്കണമെങ്കിൽ SSS റൂളേ പറ്റുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായി. SSS റൂൾ ഉപയോഗിക്കണമെങ്കിൽ എന്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? സൈഡ്സുകളുടെ റേഷ്യോ, കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആവണം. എങ്കിലേ SSS റൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് സിമിലർ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കണം. എന്നാലേ ഈക്വൽ ആണോ നോക്കാൻ പറ്റുള്ളൂ. അപ്പം ABക്ക് കറസ്പോണ്ടിങ് സൈഡ് സപ്പോസ് നിങ്ങൾ PR ആണ് എഴുതുന്നതെങ്കിൽ AB/PR നിങ്ങൾ എഴുതിയെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ വരിക? 3.8/6√3. അതൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ എങ്കിലും പറ്റുമോ നിങ്ങൾക്ക്? ബുദ്ധിമുട്ടാണ്. ഇനി AC കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ RQ ആണ് എഴുതുന്നതെങ്കിൽ AC/ ഞാൻ പറയുന്നത് ചില സമയത്ത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ് ഇത് തന്നെ വരാം. ചില സമയത്ത് ഇവിടെ എന്തുകൊണ്ട് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ് ഇതല്ല എന്നുള്ളതിനുള്ള കാരണമാണ് ഞാൻ പറയുന്നത്. അപ്പം ACക്ക് കറസ്പോണ്ടിങ് ആയിട്ട് RQ ആണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ AC/RQ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ എന്ത് വരും? 3√3/7.6. ഇനി BCക്ക് കറസ്പോണ്ടിങ് ആയിട്ട് PQ എഴുതിയെങ്കിൽ നോക്കി, BC/ നിങ്ങൾ പറയൂ BC/PQ എഴുതിയെങ്കിൽ ഇവിടെ എന്ത് വരും? 6/12 എന്നാണ് വരും. ഇവിടെ 1/2 റെഡ്യൂസ് ചെയ്യാം സിമ്പിളായിട്ട്. ഇനി 3√3/7.6 ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇപ്പോൾ ഡെസിമൽ പോയിൻ്റ് ഒഴിവാക്കാൻ × 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ × 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ. അപ്പോൾ എന്തായി? 30√3 ഡിവൈഡ് ബൈ 3 × 10 30 ആണല്ലോ. 30√3 ഡിവൈഡ് ബൈ 7.6 × 10 എന്ന് വെച്ചാൽ 76 ആണ്. എന്നിട്ട് ഇത് 3 വെച്ച് റെഡ്യൂസ് കഴിഞ്ഞാൽ ഇവിടെ 10 8 9 10 ഇല്ല, ഇത് 3 വെച്ച് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഇതാ 30√3/76 എന്ന് വരെ കിട്ടിയല്ലോ. ഇനി 1376 3 വെച്ച് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാരണം 3 ഇതിൻ്റെ ഡിവിസിബിൾ ആവില്ല. 2 വെച്ച് ഡിവിസിബിൾ ആണെങ്കിൽ 15 വരും. ഇത്രയും 15√3/38. ഇനി ഇവിടെയോ? ഇവിടെ നിങ്ങൾക്ക് ഡെസിമൽ പോയിൻ്റ് ഒഴിവാക്കാൻ മുകളിൽ ഒരു 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിൽ 38/6√3 എന്ന് കിട്ടും അല്ലേ. 38/6√3 നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്താൽ 38ൻ്റെ 19/3√3 നോക്കിയേ. ഇതാ ഇവിടെ 19/3√3
ഇവിടെ 15√3/38, ഇവിടെ 1/2. റേഷ്യോ ഈക്വൽ ആയോ? ഇല്ല. അപ്പം റേഷ്യോ ഈക്വൽ ആവാത്ത സാഹചര്യത്തിൽ ഇത് രണ്ടും സിമിലർ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഇത് രണ്ടും സിമിലർ ആവാതിരിക്കുമോ? ഇല്ല. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ എടുത്ത സൈഡ്സ് കറസ്പോണ്ടിങ് സൈഡ്സ് അല്ല. കാരണം കറസ്പോണ്ടിങ് സൈഡ്സ് നിങ്ങൾ എടുത്തത് കറസ്പോണ്ടിങ് സൈഡ്സ് ആണ്, എന്നിട്ട് അതിൻ്റെ റേഷ്യോ ഈക്വൽ അല്ലെങ്കിൽ അത് സിമിലർ അല്ല എന്ന് നിങ്ങൾക്ക് പറയാം. പക്ഷേ നിങ്ങൾ എടുത്തത് എ ബിക്കിൻ്റെ കറസ്പോണ്ടിങ് സൈഡ് PR അല്ല. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് കറസ്പോണ്ടിങ് സൈഡ്സ് ആണ് നിങ്ങൾ ഇങ്ങനെ ഇപ്പോൾ എടുത്തത്, റേഷ്യോ കമ്പയർ ചെയ്തപ്പോൾ ഈക്വൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും പറയാം സിമിലർ അല്ല എന്ന്. പക്ഷേ കറസ്പോണ്ടിങ് സൈഡ്സ് അല്ല നിങ്ങളിപ്പോൾ എടുത്തത്. ഞാനത് വേണേൽ കാണിച്ചു തരാം. ഇതല്ല, ഇങ്ങനെയല്ല എടുക്കേണ്ടത്. പറഞ്ഞുതരാം. ഇനി കറസ്പോണ്ടിങ് സൈഡ്സ് പെട്ടെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാമെന്നറിയോ? AB നമ്മൾ എടുക്കുന്നു. എന്തിനാണ് കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ എടുക്കുന്നത്? കാരണം ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആകത്തെ ഇത് രണ്ടും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് എൻ്റെ ഉദ്ദേശം. ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആകെ റൂളാണ് SSS അപ്ലൈ ചെയ്യണമെങ്കിൽ പരസ്പരം സൈഡ് ഈക്വൽ ആണോ എന്നല്ല നോക്കേണ്ടത്, കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആണോ എന്നാണ് നോക്കേണ്ടത്. അതുകൊണ്ടാണ് ABക്ക് കറസ്പോണ്ടിങ് സൈഡ് ഈ ട്രയാങ്കിൾ ഏതാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? AB 3.8. അങ്ങനെ ഒരു മെഷർമെൻറ്റ് ഉള്ളത് ഏതാ? RQ 7.6. ഇവിടെ ഒരു ഡെസിമൽ നമ്പർ ആണല്ലോ, അപ്പോൾ ഇവിടുത്തെ ഡെസിമൽ നമ്പർ ആയിരിക്കും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത്, അതായത് RQ. അങ്ങനെയും വരാം. ഞാൻ ഏതോ ഒരു എക്സാമ്പിളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക്. സ്റ്റാർട്ടിങ് മുതൽ വീഡിയോ കാണുന്ന കുട്ടികൾക്ക് മനസ്സിലാവും. കറസ്പോണ്ടിങ് സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഇതേ സ്ലോപ്പിൽ തന്നെ നിൽക്കുന്ന സൈഡ് ആവണമെന്നില്ല, വേറെ ഭാഗത്തോട്ടും പോകാം. ഓക്കെ, അപ്പോൾ ABക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ് ഏതാണ് വരിക? RQ. AB/RQ. ഓക്കെ, നിങ്ങൾ വേണേൽ ചെയ്ത് നോക്ക്. 3.8/7.6. 3.8ൻ്റെ ഡബിളാണ് 7.6. 38ൻ്റെ ഡബിൾ അല്ലേ 76? അതെ. അപ്പോൾ 1/2 എന്നാണ് വരിക. അടുത്തതായിട്ടുള്ള സൈഡ് AC എടുത്തു. ACക്ക് കറസ്പോണ്ടിങ് സൈഡ് അതാ ഇവിടെ 3√3. അതുപോലെ ഏകദേശം വരുന്നത് 6√3 അല്ലേ? അപ്പോൾ ACക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള PR. AC/PR. ഓക്കെ, AC/PR എന്താ വരിക? 3√3/6√3. അവിടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1/2 എന്ന് കിട്ടും. √3 ഗെറ്റ് ക്യാൻസൽ, 6 ക്യാൻസൽ 1/2. അടുത്ത ഏതാ വരിക? BC/PQ. അത് നേരത്തെ ശരിയായിരുന്നു. BC/PQ എന്താണ് വരിക? 6/12. ഇപ്പോൾ എന്താ 1/2. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, 3 സൈഡ്സിൻ്റെയും, അതായത് ആദ്യത്തെ പെയർ ഓഫ് കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ 1/2, രണ്ടാമത്തെ പെയർ ഓഫ് കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ 1/2, മൂന്നാമത്തെ പെയർ ഓഫ് സൈഡ്സിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ 1/2. അപ്പം ABക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ് RQ അല്ലേ? ഇങ്ങനെ എടുത്തപ്പോൾ റേഷ്യോ സെയിം ആയി. ഇപ്പോൾ SSS റൂൾ സാറ്റിസ്ഫൈ ചെയ്യില്ലേ? കാരണം എന്താ? കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ ഇങ്ങനെ സെയിം ആയി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് വി ക്യാൻ സേ? സോ AB/RQവും AC/PRും BC/PQവും ചെയ്ത് നോക്കിയപ്പോൾ ഈക്വലായി വന്നു. ദാറ്റ് മീൻസ് ഫസ്റ്റ് പെയർ ഓഫ് സൈഡ്സിൻ്റെ റേഷ്യോയും സെക്കൻഡ് പെയർ ഓഫ് സൈഡ്സിൻ്റെ റേഷ്യോയും തേർഡ് പെയർ ഓഫ് സൈഡ്സിൻ്റെ റേഷ്യോയും ഈക്വലായി വന്നതുകൊണ്ട് ബൈ SSS റൂൾ ദീസ് 2 ട്രയാങ്കിൾസ് ആർ സിമിലിയർ. ഇനി ട്രയാങ്കിളിൻ്റെ പേര് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ പേര് ബൈ SSS ക്രൈറ്റീരിയ. ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം. എന്താണ്? ABC എന്ന് തന്നെ എഴുതിക്കൊള്ളു നിങ്ങൾ, ആസ് യുവർ വിഷ്. ഇനി സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ സൈഡ് നിങ്ങൾ എഴുതുമ്പം ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. എങ്ങനെയാണ് അത് മനസ്സിലാവുക? എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ് വെർട്ടിസസ് എഴുതണം. അതെങ്ങനെയാണ് മനസ്സിലാവുക? എയിൻ്റെ ഇപ്പുറത്തുള്ള സൈഡ് ഏതാ? 3.8ഉം 3√3. അതായത് എയിൻ്റെ ഇപ്പുറത്തുള്ള സൈഡ് ഏതാന്ന് നോക്കുക. 3.8ഉം 3√3. 3.8ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എടുത്ത സൈഡ് 7.6 ആയിരുന്നു. 3√3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ്സ് 6√3 ആണ്. അപ്പോൾ 7.6ഉം 6√3യും കണക്ട് ചെയ്യുന്ന വെർട്ടിസസ് 6. അതായത് എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെർട്ടിസസ് ഏതാണ് മക്കളെ? 6. അങ്ങനെയും നോക്കാം. ഇനി ബീൻ്റെ ഇപ്പറയും 3.8ഉം 6ഉം. 3.8ന് കറസ്പോണ്ടിങ് ആയിട്ട് 7.6ഉം 6ന് കറസ്പോണ്ടിങ് ആയിട്ട് 12 എടുത്ത് അത് രണ്ടും കണക്ട് ചെയ്യുന്ന വെർട്ടിസസ് Q ആണ്. അപ്പോൾ Bക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് വരിക? Q ആണ്. ഇനി ആ ട്രയാങ്കിളിൽ 6ഉം Qയും കഴിഞ്ഞ് രണ്ടാമത്തെ ട്രയാങ്കിളിൽ ആകെ ഒരു വെർട്ടിസസ് ഉള്ളൂ, P. അതാ Pയും അവിടെ എഴുതുക. എവിടെ Pയും എഴുതുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സിമിലാരിറ്റീൻ്റെ ഇത് എഴുതുന്നത്. പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നമ്മൾ എന്ത് എഴുതി പോവും? ട്രയാങ്കിൾ ABC സിമിലർ ടു RPQ എന്ന് എഴുതി പോവും. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 6, അതൊക്കെ. പക്ഷേ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് P ആ വരിക. പക്ഷേ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്താ വരിക? Q ആ വരിക. കാരണം എന്താ? ബീൻ്റെ ഇപ്പുറത്തും ഇവിടെ 3.8ഉം 6. 3.8ന് കറസ്പോണ്ടിങ് ആയിട്ട് 7.6 ആണ് നമ്മൾ ചൂസ് ചെയ്തത്. 6ന് കറസ്പോണ്ടിങ് ആയിട്ട് 12 ആണ് ചൂസ് ചെയ്തത്. 7.6ഉം 12ഉം കൂടെ കണക്ട് ചെയ്യുന്ന വെർട്ടിസസ് Q ആണ്. അതായത് ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെർട്ടിസസ് Q ആണ്. സി അണ്ടർസ്റ്റുഡ് നോ? സോ ദിസ് ഈസ് ദ വേ ഓഫ് റൈറ്റിംഗ്. ഓക്കെ,
ഇനി നമുക്ക് ആംഗിൾ പി കണ്ടുപിടിക്കുന്നതിനോട്ട് കിടക്കാം. ഇനി ഈ രണ്ട് ട്രയാങ്കിളും സിമിലിയർ ആയതുകൊണ്ട് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഈ രണ്ട് ട്രയാങ്കിളും സിമിലിയർ ആയതുകൊണ്ട് മാത്രം എന്ത് നമുക്ക് പറയാം, രണ്ട് ട്രയാങ്കിൾ സിമിലിയർ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്തായാലും ഈക്വൽ ആവില്ലേ? കാരണം ഇല്ലേ, രണ്ട് ട്രയാങ്കിൾ സിമിലർ ആയെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് മസ്റ്റായിട്ടും ഈക്വൽ ആവണ്ടേ? കാരണം നമുക്കറിയാം രണ്ട് ട്രയാങ്കിൾ സിമിലർ ആകണമെങ്കിൽ തന്നെ കണ്ടീഷൻ റേഷ്യോ സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വലും കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വലൊക്കെ ആയിരുന്നു അല്ലേ? അപ്പം ഈ SSS റൂൾ വെച്ച് രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് എന്ത് പറയാം, ആ രണ്ട് ട്രയാങ്കിളും സിമിലർ ആയതുകൊണ്ട് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, മനസ്സിലായില്ലേ? SSS റൂൾ അപ്ലൈ ചെയ്ത് നമ്മൾ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്തു. കാരണം രണ്ട് ട്രയാങ്കിൾ അപ്ലൈ ചെയ്യാം നമുക്ക് SSS റൂൾ ഉപയോഗിച്ചാൽ മതിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ SSS റൂൾ യൂസ് ചെയ്തിട്ട് രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് പറഞ്ഞു. ഇനി രണ്ട് ട്രയാങ്കിളും സിമിലർ ആയതുകൊണ്ട് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതായത് ആംഗിൾ ആംഗിൾ എക്ക് കറസ്പോണ്ടിങ് ആംഗിൾ ഏതാ വരിക, ആംഗിൾ ആംഗിൾ ആറും ആയിരിക്കും. ആംഗിൾ ബിക്ക് കറസ്പോണ്ടിങ് ആംഗിൾ ഏതാ വരിക, ആംഗിൾ ക്യൂവും ആയിരിക്കും. ഇനി ആംഗിൾ സിക്ക് കറസ്പോണ്ടിങ് ആംഗിൾ ഏതാ വരിക, ആംഗിൾ പിയും ആയിരിക്കും. അതായത് ചുരുക്കം പറഞ്ഞാൽ ഈ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്കത് എഴുതാൻ പറ്റും. ആംഗിൾ എക്ക് കറസ്പോണ്ടിങ് ആംഗിൾ ആർ, ആംഗിൾ ബിക്ക് കറസ്പോണ്ടിങ് ആംഗിൾ ക്യൂ, ആംഗിൾ സിക്ക് കറസ്പോണ്ടിങ് ആംഗിൾ പി. പേരിൽ നിന്ന് തന്നെ എഴുതണം, അല്ലെങ്കിൽ മാറിപ്പോകും, ഫിഗർ നോക്കി എഴുതരുത്. അപ്പോൾ നമുക്ക് വേണ്ടത് ആംഗിൾ പി ആണ്. ആംഗിൾ പി എന്താണെന്നാണ് പറയുന്നത്, ആംഗിൾ സി ആണെന്ന് പറയുന്നത്. സോ വി നീഡ് വാട്ട്, ആംഗിൾ പി, ആൻഡ് വി അണ്ടർസ്റ്റുഡ് ദാറ്റ് ആംഗിൾ പി ഷുഡ് ബി ഈക്വൽ ടു ആംഗിൾ സി. ഇനി ആംഗിൾ പി കണ്ടുപിടിക്കാൻ ആംഗിൾ സി കണ്ടുപിടിച്ചാൽ മതിയല്ലോ. ഇനി ആംഗിൾ സി എന്താ, വേഗം പറഞ്ഞു. ആംഗിൾ സി എന്താ, ആംഗിൾ സി എന്ന് വെച്ചാൽ ഇതാണ്. ഇതെങ്ങനെ കണ്ടുപിടിക്കുക, മൊത്തം സമ്മ് 180 180ൽ ഇത് 80 മാറും, 8 6 14 140. അപ്പോൾ ബാക്കി ഇത് എത്ര വരും, 40 അല്ലേ വരിക. ആംഗിൾ സി 40 അല്ലേ? അങ്ങനെയാണെങ്കിൽ ആംഗിൾ സി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്താ ചെയ്ത് 40 ഡിഗ്രി. അതെങ്ങനെ കിട്ടിയത് വേണം ബ്രാക്കറ്റ് എഴുതാം. 180 എന്ത് കുറച്ച് നമ്മൾ 18 16 ആഡ് ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ 40 ഡിഗ്രി. ആംഗിൾ സി 40 ആണെങ്കിൽ ആംഗിൾ പി എന്തായിരിക്കും, 40 ഡിഗ്രി. കാരണം ആംഗിൾ സിയും ആംഗിൾ പിയും ഈക്വലാണ്. സോ ദിസ് ഈസ് ദ വാല്യൂ ഓഫ് ആംഗിൾ പി. സി ദ ടെക്സ്റ്റ് ബുക്ക് ആൻസർ. ആംഗിൾ പി ഷുഡ് ബി വാട്ട്, 40 ഡിഗ്രി. യു മേ അണ്ടർസ്റ്റുഡ് നോ? ഇനി എന്തുകൊണ്ട് നമ്മൾ ഇതൊക്കെ ചെയ്തു എന്ന് ചോദിക്കുന്നതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞല്ലോ, അവസാനം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാമെന്ന്. ഈ രണ്ട് ട്രയാങ്കിൾസിലെയും ആംഗിൾസ് കമ്പയർ ചെയ്തിട്ട് ആംഗിൾ പി കണ്ടുപിടിക്കാം എന്നുള്ള തിരിച്ചറിവ് ആദ്യം വരണം. ഓക്കെ, ഈ രണ്ട് ട്രയാങ്കിൾസിലെയും ആംഗിൾസ് പരസ്പരം കമ്പയർ ചെയ്തിട്ടെങ്കിൽ മാത്രമേ നമുക്ക് ആംഗിൾ പി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ, ഈ ട്രയാങ്കിൾ ഒരു ആംഗിളും തന്നിട്ടില്ല. അപ്പോൾ രണ്ട് ട്രയാങ്കിളെയും ആംഗിൾസ് കമ്പയർ ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ രണ്ട് ട്രയാങ്കിളും എന്തായിരിക്കണം, സിമിലർ ആയിരിക്കണം. കാരണം രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആകുമല്ലോ. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ട്രയാങ്കിൾസ് എന്ന് പ്രൂവ് ചെയ്തത്, സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്തത്. സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യുമ്പോൾ വളരെ നല്ല ലോജിക്ക് അപ്ലൈ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണത്. അതിൽ SSS റൂൾ അപ്ലൈ ചെയ്ത് നമ്മൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്തു. സിമിലർ ആയതിനു ശേഷം മാത്രമേ നമുക്ക് ആംഗിൾസ് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വേറ്റ് ചെയ്യാൻ പറ്റും. വെറുതെ അങ്ങ് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. വെറുതെ രണ്ട് ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസ് പരസ്പരം ഈക്വൽ ആവില്ല. സിമിലർ ട്രയാങ്കിൾസിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾസിൻ്റെ മാത്രമാണ് ആംഗിൾസ് പരസ്പരം ഈക്വൽ ആവുള്ളൂ. ഇവിടെ കോൺഗ്രുവൻ്റ് ആവില്ല, കാരണം മെഷർമെൻ്റ് ഒക്കെ വ്യത്യാസമാണ്. അപ്പോൾ ഇത് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്തേ പറ്റുള്ളൂ. അതാണ് ഇപ്പോൾ ചെയ്തത്. യു അണ്ടർസ്റ്റുഡ് നോ? സോ വീഡിയോ കുറച്ച് ലെങ്തി ആണെന്നറിയാം. 10th എനെ സംബന്ധിച്ച് കുഴപ്പമില്ല, കാരണം ആഫ്റ്റർനൂൺ സെഷനാണ്. 10th ബിനെ സംബന്ധിച്ച് ഇൻ ബിറ്റ്വീൻ ആണെങ്കിൽ ഞാൻ അതിരാവിലെ അപ്ലോഡ് ചെയ്യും. നിങ്ങൾ അപ്പോൾ രാവിലത്തെ സമയമൊക്കെ ഉപയോഗിച്ച് കാണുക. സോ ദിസ് ഈസ് ഇറ്റ്. യു ഹാവ് ടു പ്രാക്ടീസ് വെൽ. നല്ല സീരിയസ് ആയിട്ട് പോകണം. എനിക്ക് തന്നെ ഈ ചാപ്റ്റർ പഠിച്ച സമയത്ത്, ഞാൻ ടീച്ചിങ് തുടങ്ങിയ സമയത്ത് എനിക്കിപ്പോഴും സംശയമുണ്ട്. കാരണം ഇതെൻ്റെ ഒരു 3ാമോ 4ാമത്തെ ഇയർ ഓഫ് എക്സ്പീരിയൻസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഇതുവരെ സംശയങ്ങൾ പലതും തീർന്നിട്ടില്ല. അതുകൊണ്ടാണ് ചെറിയ തെറ്റുകളൊക്കെ പറയുമ്പോൾ ഇടയ്ക്ക് അറിയാണ്ട് വന്നു പോകുന്നത്. ഡ്യൂ ടു ലാക്ക് ഓഫ് എക്സ്പീരിയൻസ്, മച്ച് എക്സ്പീരിയൻസ് വേണം ഈ ചാപ്റ്ററിനൊക്കെ. അപ്പം എനിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം കേൾക്കുന്നത് നിങ്ങൾക്കത് എത്ര ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നല്ല ഡെപ്തിലിരുന്ന് പഠിക്കുക. പ്ലീസ് പ്രാക്ടീസ് വെൽ, റൈറ്റ് ആൻഡ് പ്രാക്ടീസ്. ടേക്ക് സം ന്യൂസ് പ്രിൻറ്റ്, റൈറ്റ് ആൻഡ് പ്രാക്ടീസ്. അല്ലാണ്ട് വീഡിയോ പോസ്റ്റ് അടിച്ച് നോട്ട് എഴുതുക ചെയ്യരുത്. നന്നായിട്ടൊന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം യു ക്യാൻ കോപ്പി ഡൗൺ ഇൻ ടു യുവർ നോട്ട് ബുക്ക്. ആൻഡ് വൈൽ യു ആർ അപ്ലോഡിംഗ് നോട്ട്സ്, ഡോണ്ട് ഫോർഗെറ്റ് ടു മെൻഷൻ വി അണ്ടർസ്റ്റുഡ്. ഇഫ് യു അണ്ടർസ്റ്റുഡ്, പ്ലീസ് മെൻഷൻ ദാറ്റ്. ആൻഡ് സിൻസിയർ ആയിട്ടുള്ള കമൻറ്റ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഏഞ്ചൽ എനിക്ക് കഴിഞ്ഞ ദിവസം നോട്ട് അയച്ചപ്പോൾ, സാർ ഈ ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലായില്ല, ഞാൻ ട്രൈ ചെയ്തോളാം. ഏഞ്ചലിന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഏഞ്ചൽ ഒരു മെസ്സേജിലോട് റിപ്ലൈ തരിക ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് നോട്ട് അയക്കുന്ന കുട്ടികളുണ്ട്, സാർ ഇന്ന ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് ഞാനത് നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുള്ള വളരെ സിൻസിയറായിട്ട് കമൻറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്. സോ അങ്ങനെയൊക്കെ ഒരു കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്നായി പ്രാക്ടീസ് ചെയ്ത് മനസ്സിലായിട്ടെങ്കിൽ നന്നായി മനസ്സിലായി തന്നെ കമൻറ്റ് ചെയ്യും. സോ പ്ലീസ് പ്രാക്ടീസ് വെൽ. താങ്ക് യു ഫോർ സ്റ്റേയിങ് വിത്ത് മീ. ബൈ.